JRCM ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപക്ഷെ ഇന്ന് ആദ്യമായിട്ടൊരു പ്രോഗ്രാമിൽ കയറുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് പോലും ഒരു സഭയിൽ നിന്ന് നേരിട്ട് തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്ന ഒരു പ്രതീതിയിൽ അല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക. അത് മാത്രമല്ല, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് ഉറങ്ങിയേക്കാന്ന് വിചാരിക്കുന്ന സമയത്താണ് അല്ലേ. തീർച്ചയായിട്ടും ഇതിന് റിയലി റിലാക്സിങ് മോഡിലാണ് എല്ലാവരും. പക്ഷേ റിക്വസ്റ്റ് ഉണ്ട്, ബി ലിറ്റിൽ സീരിയസ്. റിലാക്സിങ് മോഡിലാണെങ്കിലും നമ്മൾ ഒട്ടും റിലാക്സ് ചെയ്യേണ്ട സമയമല്ല ഇത്. ഏറ്റവും സീരിയസ് ആയിട്ട് ഏറ്റവും ഗൗരവത്തിൽ ആർസിമിനെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും നമ്മൾ പ്രവർത്തനത്തിൽ എന്തിനു പറയുക വ്യാപൃതരാവുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. ആർസിമിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയും. എന്നെ ബിനുസാർ പരിചയപ്പെടുത്തി കുറച്ച് ആർസിമിന്റെ പശ്ചാത്തലങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇനി എന്നെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞ് എന്താ പറയുക കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞതിൽ ഒന്ന് രണ്ട് ചെറിയ തിരുത്തു വരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്നറിയോ, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡയമണ്ട് മൂർത്തി സാർ ആയിരിക്കും എൻ്റെ ഉറച്ച വിശ്വാസം. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആകാൻ എനിക്കും ആഗ്രഹമുണ്ട്. അതൊന്നും ഞാൻ വേണ്ടെന്ന് വെക്കുന്നില്ല. പക്ഷേ ഞാൻ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് പോലും എന്നേക്കാൾ മുമ്പേ ഡയമണ്ട് ആകാൻ കഴിയും. വേണമെന്ന് വിചാരിച്ചാൽ അവരുടെ വർക്ക് അനുസരിച്ചായിരിക്കും, അവരുടെ ടീമിൽ ജനറേറ്റ് ചെയ്യുന്ന വോളിയം അനുസരിച്ചായിരിക്കും. ഞാൻ എപ്പോഴും പറയും, യെസ് അങ്ങനെ ട്രൈ ചെയ്തവർ ആരൊക്കെ ഉണ്ട്? ബിനുസാർ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആർക്കും ധൈര്യക്കുറവ് ഉണ്ടാവണ്ട. ബിനുസാർ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും ഉണ്ട്. യെസ്. ആ ശ്യാമള മാഡം, യെസ്. ശൈല മാഡം, യെസ്. രഘു സാർ, അതാ വേണ്ടത്. ആ വിനോദ് സാർ, വെരി ഗുഡ് വെരി ഗുഡ്. സുജിത് കുമാർ സാർ, യെസ്, വെരി ഗുഡ്. ഞാൻ പറയുന്നത് ആർസിമിന്റെ ഡിസൈൻ അതാണ്. സത്യമാണ്, ശരിയാണ്, സുതാര്യമാണ്. ആർസിമിന്റെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കോർ ലീഡർ എന്നും ആദ്യത്തെ സഫയർ എന്നൊക്കെയുള്ള ഒരു ഹിസ്റ്ററി എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അതിനെ ആർക്കും തിരുത്താൻ പറ്റില്ല. പക്ഷെ അടുത്തത് സ്റ്റാർ സഫയർ മുതൽ മുകളിലേക്കുള്ളത് ആർക്ക് വേണമെങ്കിലും നേടിയെടുക്കാം. ആദ്യത്തെ ഡയമണ്ട് ആകാനും ആർക്ക് വേണമെങ്കിലും കഴിയും. അതിന് കഴിയുന്ന വണ്ണം ആർസിയം ഫുള്ളി എസ്റ്റാബ്ലിഷ് ആയിരിക്കും. എന്ത് വളർച്ച ആർസിയം ഉണ്ടായെന്നറിയും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. സത്യത്തിൽ ഇന്ന് എൻ്റെ ടീമിലെ അച്ചീവർമാരിൽ ഒരു 70-80% ആളുകളും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. അല്ലെങ്കിൽ 90% പേരും 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഞാൻ പറയുമ്പോൾ 20 വയസ്സ് മുതൽ ഒരു 30-35 വയസ്സ് വരെ വരുമാനത്തിന് വേണ്ടി നല്ല ഒരു സോഴ്സ് അന്വേഷിക്കുന്ന അഭ്യസ്തവിദ്യരും ചെറുപ്പക്കാരും അതുപോലെ എന്താ പറയുക അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഇത് വേണ്ടവണ്ണം എത്തിക്കാൻ നമ്മൾ പ്രാപ്തരായിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഇനിയും ആ കാര്യത്തിൽ വിജയിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരല്പം കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട സമയമാണ്. അതല്ലെങ്കിൽ എന്ത് പറ്റും അറിയോ, നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും. നമ്മുടെ കുടുംബക്കാരും നമ്മുടെ വേണ്ടപ്പെട്ടവരും നമ്മുടെ കൂടെ വരാൻ സാധ്യതയുള്ള ആളുകൾ, വരേണ്ട ആളുകൾ നമ്മുടെ നിസ്സംഗത കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ കൂടെ വരാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ജോയിൻ ചെയ്തിരിക്കും. ഒരാൾ പോയാൽ ഒരാളല്ല പോകുന്നത്, മനസ്സിലായില്ലേ? ഒരാൾ പോയാൽ ഒരാളല്ല പോകുന്നത്. ഒരു വലിയ ടീമാണ്, ഒരു വലിയ പ്രസ്ഥാനമാണ് പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എന്താണ് ആർസിയം? ഇന്നിപ്പോ നമുക്ക് എന്താ 1000 പേര് കംപ്ലീറ്റ് ആയി. ഇനി ഒരാൾക്ക് പോലും ഇതിനകത്ത് കയറാൻ പറ്റില്ല. യൂട്യൂബ് ലിങ്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഏതായാലും ചിലർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ ആളുകൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ട കുറെ കാര്യം നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ പോയാൽ അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് കിട്ടേണ്ട പല നേട്ടങ്ങൾ നമുക്ക് നഷ്ടമാകും. അതുകൊണ്ടാണ് പറയുന്നത്, അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയണം. എങ്ങനെ അറിയുക? ആർസിമിനെ കുറിച്ച് അറിയാൻ ഒരു പത്രത്തിലും വാർത്ത വരില്ല, ഒരു TV-യിൽ ന്യൂസ് വരില്ല. പിന്നെ എവിടെ വരും? ആർസിമിന്റെ മീറ്റിങ്ങുകളിൽ മാത്രം. ഏത് മീറ്റിങ്ങിൽ? പലതരത്തിലുള്ള മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് എത്ര മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ അത്രയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 6:30 ഗുരുകുൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. TCG നേരിട്ട് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതിനകത്ത് ഓരോ മാറ്റങ്ങളും ഓരോ ന്യൂസുകളും ഇടിവെട്ട് പോലെ എല്ലാ ദിവസവും. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു എന്ന് പറഞ്ഞിട്ടാ പറയുക, അപ്പോഴേ നമ്മൾ അറിയുള്ളൂ. സോ ഹോട്ട് ന്യൂസ് അല്ലെ, ബ്രേക്കിംഗ് ന്യൂസ് അറിയണമെങ്കിൽ രാവിലെ 6:30
ഗുരുകുൽ അറ്റൻഡ് ചെയ്യണം. ഹിന്ദിയിലാണ്. സാറേ എനിക്ക് ഹിന്ദി അറിയത്തില്ല. നോ എക്സ്ക്യൂസ്. കാരണം 146 കോടി ജനങ്ങളിലെ ഇന്ത്യയിൽ ഭൂരിപക്ഷം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ആയതുകൊണ്ട്, നാഷണൽ ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ട് അതിൽ വരുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ ആളുകളായിട്ടും സംവദിക്കാൻ കഴിയുക എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. എങ്കിലേ കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ അത് പിന്നെ ഹിന്ദിയും മലയാളം അറിയാവുന്ന ആളുകൾ പറഞ്ഞ് കേട്ട് പഠിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സൂം മീറ്റിങ്ങുകൾ ഇതവാ ഇഷ്ടം പോലെ നടക്കുന്നു. രാവിലെ എനിക്ക് തോന്നുന്നൊരു 15-20 ഗ്രൂപ്പിലെങ്കിലും രാവിലെ ഒരു 5-5:30 മുതൽ 6-7 മണി വരെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. സത്യത്തിൽ അത് പോരട്ടോ. കാരണം 2 ലക്ഷത്തോളം ആളുകൾ കേരളത്തിൽ റെഗുലർ ആയിട്ട് ഉൽപ്പന്നം വാങ്ങിക്കുന്ന ആക്റ്റീവ് ലൈവായിട്ടുള്ള അസോസിയേറ്റ് ബേസ് ഉണ്ട്. പക്ഷേ ഈ 20-25 മീറ്റിംഗിലും കൂടെ എത്ര പേര് പങ്കെടുക്കുന്നുണ്ടാവും? 100 പേർക്ക് കപ്പാസിറ്റി ഉള്ള പ്ലാറ്റ്ഫോമിൽ പലപ്പോഴും തുടങ്ങുമ്പോൾ 25-30 ഉണ്ടാവുള്ളൂ. കഴിയാറാകുമ്പോൾ 80-70 ഒക്കെ ആകും. വർഷങ്ങളായിട്ട് ഗൂഗിൾ മീറ്റ് നടത്തുന്നു, 15-16 പേര്. എന്നും 16 കേട്ടിട്ടില്ലേ? പ്രോഗ്രസ് ഇല്ല. അങ്ങനെ പോയതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ടീമിൽ ദിവസവും പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നു. ആ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ സിസ്റ്റം അപ്ഡേഷൻസ് പറഞ്ഞു കൊടുക്കണം. അവരറിയുന്നില്ലെങ്കിൽ അവരെ വിളിച്ചുണർത്തി അറിയിക്കണം. കാരണം അവർ പഠിച്ച് മനസ്സിലാക്കി അവർ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വളരാൻ കഴിയൂ. അല്ലാതെ നമുക്ക് മാത്രമായിട്ട് വളരാൻ കഴിയുമോ? യെസ്, 5 മണിക്ക് സൂം മീറ്റിംഗ് ഉണ്ട്. വെരി ഗുഡ്. അതാ ഞാൻ പറഞ്ഞ 5 മണി മുതൽ തുടങ്ങുന്നു. അതിൽ ചെയ്യേണ്ട കാര്യം മാഡം, ഓരോ ദിവസവും ആളുകൾ കൂടുതൽ കൂടുതൽ വരുന്നു ഉറപ്പുവരുത്തുക. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക് ലിങ്ക് കൊടുക്കണം. പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ, എൻ്റെ ടീമിലുള്ള ആളെ ജോയിൻ ചെയ്തില്ലേ അവരെ വിളിച്ച് പറയണം, ദാ ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിരുന്നു കേട്ടോ, ശരിക്കും നിങ്ങൾ അത് മിസ് ചെയ്തു. എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യത്തിൽ നമുക്ക് ഒരാളോട് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് തോന്നുന്നു ഇനി ഞാൻ അയാളോട് പറയില്ല. അയാൾ പറഞ്ഞു നാണല്ലേ, എനിക്ക് നാണം ആവുന്ന അയാളോട് പറയാനല്ലേ. അങ്ങനെ നാണം തോന്നരുത്. കാരണം അയാൾ ടെക്നിക്കൽ ആയാലേ നമുക്ക് എമറാൾഡ് ആകാൻ പറ്റുള്ളൂ. അയാൾ എമറാൾഡ് ആയാലേ നമുക്ക് റൂബി ആകാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള പണി നമ്മുടെയാണ്. ലോട്ടറി കച്ചവടക്കാരെ കണ്ടിട്ടില്ലേ? എത്ര ദിവസം കണ്ടാലും ഒരു ലോട്ടറി എടുക്കാൻ പറയും. നിങ്ങൾ വേണ്ടെന്നാലും അടുത്ത ദിവസം വീണ്ടും പറയും. 3 പ്രാവശ്യം പറഞ്ഞു ഇനി മേടിക്കാനെന്ന് പറഞ്ഞാൽ അയാൾ നിർത്തിപ്പോവോ? ഒരിക്കലും നിർത്തിപ്പോവില്ല. അതേപോലെ നമ്മുടെ ലക്ഷ്യം നേടുന്നത് വരെ നമ്മുടെ കൂടെ വന്നിട്ടുള്ളവരെല്ലാം നമുക്ക് ഗുണം ചെയ്യും. നമുക്ക് എങ്ങനെ ഗുണം ചെയ്യാം? അവര് പർച്ചേസിലൂടെയും അവർ കൊണ്ടുവന്ന ജോയിനിങ്ങിലൂടെയുമാണ് നമുക്ക് വളരാൻ കഴിയുക. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് അതിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള സിസ്റ്റത്തിന്റെ ഡിസൈൻ അനുസരിച്ചുള്ള വളർച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഈ ആർസിഎമ്മിൽ 26 വർഷം എന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 15-ഉം 16-ഉം ഭിൽവാരയിൽ വലിയ ഒരു സംഭവം നടക്കാൻ പോവാണ്. സ്പെഷ്യൽ വുമൺ അക്കാഡമി. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നാളെ രാവിലെ ഫ്ലൈറ്റിൽ ഞങ്ങൾ പോകുന്നുണ്ട്. റൂബി, ജിഷ മാഡവും അതുപോലെ നമ്മുടെ പേളച്ചിവർ, രമ്യ മാഡം ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടീം ഓൾറെഡി ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ന് വൈകുന്നേരം അല്ലെ നാളെ ഉച്ചയോടുകൂടി അവിടെ എത്തും. കേരളത്തിൽ നിന്ന് അങ്ങനെ വലിയൊരു പ്രാതിനിധ്യം ഉണ്ട്. കലാപരിപാടികളിലും ഫാഷൻ ഷോയിലും ഒക്കെ അവർ പങ്കെടുക്കുന്നുണ്ട്. ആർസിഎമ്മിന്റെ മറ്റൊരു ചരിത്ര സംഭവമാണ് സ്പെഷ്യൽ വുമൺ അക്കാഡമി. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് അവിടെ വരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സ്ത്രീകൾക്ക് അതിൽ പാർട്ടിസിപ്പേഷൻ, എൻ്റെ കലാപരിപാടികളിലും സ്പോർട്സിലും ഒക്കെ പങ്കെടുക്കാൻ, അതുപോലെ ഓരോ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടാവും. വലിയ രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും പ്രതികൾ പോയിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ ഞങ്ങളും പുറപ്പെടുകയാണ്. അതിൻ്റെയും കൂടെ ഒരു ഉത്സാഹത്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പോകുന്നതിന് മുമ്പ് കേരളത്തിലെ നമ്മുടെ ആക്റ്റീവായിട്ടുള്ള ആർസിഎം കുടുംബാംഗങ്ങളായിട്ട് ഒരു അല്പനേരം നമ്മുടെ സന്തോഷം ഒന്ന് പങ്കുവെച്ചിട്ട് പോകാം. ഞാൻ പറഞ്ഞില്ലേ, ആർസിഎമ്മിന്റെ സുവർണ കാലഘട്ടം 26 വർഷം പിന്നിട്ടിരിക്കുന്നു. ആർസിഎം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം പ്രോഗ്രസീവാണ്. മാത്രമല്ല പ്രോ അസോസിയേറ്റ് ബയർ ആണ്. എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ബയേഴ്സിന് കൂടുതൽ ഗുണം കിട്ടുന്ന തരത്തിലാണ്. TCG 22ാമത്തെ ആനിവേഴ്സറിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വെറും അസോസിയേറ്റ് ബയറല്ല, മേം മാലിക്കും. ആ ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഞാനാണ് ആർസിഎമ്മിന്റെ ഉടമ എന്നുള്ള ഒരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വെറും ഒരു സേവകനാണ്, നിങ്ങളുടെ സേവകൻ. നിങ്ങൾ എന്തു പറയുന്നുവോ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുക എന്ന് പറയുന്ന പണി മാത്രമേ എനിക്കുള്ളൂ.
ഇന്ന സാധനം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. 5 കിലോയുടെ ആദ്യം ആട്ട വേണമെന്ന് പറഞ്ഞു, ആട്ട കൊണ്ടുവന്നു 5 കിലോയുടെ. അപ്പൊ പറഞ്ഞു അയ്യോ 5 കിലോയുടെ വേണ്ട, നമുക്ക് 2 കിലോയുടെ വേണം. ഓക്കെ, 2 കിലോയുടെ തന്നു. അങ്ങനെ എന്ത് നിങ്ങൾ ആവശ്യപ്പെടുന്നു അത് എത്തിച്ചു തരിക, അത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ പണി. നമ്മുടെ വെബ്സൈറ്റ് നവീകരിക്കണം, നവീകരിച്ചു. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താ ഉണ്ടാക്കി തരുന്ന പണിയാണ് എനിക്കുള്ളത്, നിങ്ങളാണ് മുതലാളി എന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തോന്നുന്നുണ്ടോ ശരിക്കും? ഐ ആം ദ ഓണർ, അങ്ങനെ തോന്നുന്നുണ്ടോ? എത്ര പേർക്ക് തോന്നുന്നുണ്ട്? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഓണർഷിപ്പ് നമ്മുടെ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കണം. ആരെയും എഴുതി കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഐ ആം ദ ഓണർ എന്ന് എഴുതി വെക്കല്ല, നമ്മുടെ പ്രവർത്തനത്തിൽ അത് ബോധ്യപ്പെടണം. ഒരു എന്റർപ്രണർഷിപ്പും ഒരു എംപ്ലോയി മെന്റാലിറ്റിയും ഡിഫറെന്റ് ആണ്. എംപ്ലോയി മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് വരാൻ പറഞ്ഞാൽ 10 മണിക്ക് വരും, 5 മണിക്ക് പോകാന്ന് പറഞ്ഞാൽ 5 മണിക്ക് മുമ്പ് തന്നെ പോകാൻ ബാഗ് റെഡിയാക്കി വെക്കും. ഒരു തൊഴിലാളി ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹോട്ടലില് അവിടെ ടേബിള് വൃത്തിയാക്കുന്ന ചുമതലയുള്ള ആള് അവിടെ വരുന്നു, അന്ന് സപ്ലൈ ചെയ്യുന്ന ആള് വന്നിട്ടില്ലെങ്കിൽ അയാൾ ചെയ്യോ? പക്ഷെ ആര് ചെയ്യും? മുതലാളി ചെയ്യും, അല്ലെ? സപ്ലൈയുടെ പണി മുതലാളി ചെയ്യും. തൂപ്പുകാരൻ വന്നില്ലെങ്കിൽ അതും മുതലാളി ചെയ്യും. തൂപ്പുകാരൻ വന്നില്ലെങ്കിൽ കാഷ്യർ പോയി തൂപ്പുകാരൻ്റെ പണി ചെയ്യോ? ചെയ്യില്ല. കാഷ്യർ വന്നില്ലെങ്കിൽ മുതലാളി കാഷ്യർ പണിയും ചെയ്യും. അതേപോലെ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു എന്റർപ്രണർഷിപ്പ്, ആ ഒരു എന്താ പറയുക, ഉടമസ്ഥ മനോഭാവം നമുക്കുണ്ടാവുക. ആ രീതിയിൽ നമുക്ക് പെരുമാറാൻ കഴിയണം. കമ്പനി RCBയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ ഏറ്റവും എന്താ പറയുക, വണ്ടർഫുൾ ആയിട്ടുള്ള, മാർവലസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഓപ്പണർ മുതൽ മുകളിലേക്കുള്ള ആളുകൾക്ക് ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു. അവരുടെ പ്രവർത്തനത്തിന്, മികവുറ്റ പ്രവർത്തനത്തിന്റെ പ്രോത്സാഹനം എന്ന രീതിയിൽ മന്ത്ലി ആൻഡ് ആനുവൽ ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചരിത്രത്തിൽ അവരവരുടെ ടീമിൽ നടക്കുന്ന ടേൺ ഓവറിനെ ബേസ് ചെയ്തല്ലാതെ വേറൊരു നേട്ടവും കൊടുത്തിരുന്നില്ല. പക്ഷെ RCM തരുന്ന ഈ ബോണസ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ മന്ത്ലി ടേൺ ഓവറിന്റെ വിഹിതമാണ്. നിങ്ങൾക്കറിയാം, വൈറ്റൽ, റോയൽറ്റി, ടെക്നിക്കൽ, ഈ 3 കാറ്റഗറിയിലും പ്രത്യേകമായി അവർക്ക് PVയുടെ ഓരോ ശതമാനം ഡിവൈഡ് ചെയ്ത് മന്ത്ലി ആയിട്ടും ഓരോ ശതമാനം ആനുവൽ ബോണസ് ആയിട്ടും കൊടുക്കുന്നു. അത് കിട്ടിത്തുടങ്ങുന്ന ആദ്യത്തെ ലെവലാണ് ഓപ്പണർ. അങ്ങനെ വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിന്, ഓപ്പണർ, ഈഗിൾ, റണ്ണർ, വിന്നർ, ഈ ലെവലിലുള്ള ആളുകൾക്ക്, സ്റ്റാർ വരെയുള്ള ആളുകൾക്ക് ഈ ബോണസ് കിട്ടണമെങ്കിൽ എന്താണ് നിബന്ധന? ലെവൽ ഏതാണെന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നില്ല, അല്ല PV കണ്ടീഷനൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ബോണസ് കിട്ടണമെങ്കിൽ എന്താണ് നിബന്ധന? അറിയാവുന്ന ഒരു ചാറ്റ് ബോക്സ് എഴുതാൻ പറ്റുമോ? എന്താണ് നിബന്ധന? ആരെങ്കിലും ചാറ്റ് ബോക്സിൽ ശരി ഉത്തരം എഴുതുന്നുണ്ടോ എന്ന് നോക്കാം. ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്. ബോണസ് കിട്ടണമെങ്കിൽ ചിലര് 2500 എഴുതുന്നു, ചിലർ 1500 എഴുതുന്നു. യെസ്. ചിലര് 3000 എഴുതുന്നു, 5000 എഴുതുന്നു. ഏതായാലും അതിൽ കുറച്ച് ആരും എഴുതിയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഓപ്പണറായാൽ 70,000 PV ആകെ വരികയും സെക്കൻഡ് സൈഡ് സെൽഫും കൂടെ ചേർന്ന്, അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദി ഗ്രൂപ്പ് 20,000 വരികയും ചെയ്യുമ്പോഴാണ് ഓപ്പണർ എന്ന് പറയുക. ഓപ്പണർ മുതൽ മുകളിലേക്ക്, ഓപ്പണർ, ഈഗിൾ, റണ്ണർ, വിന്നർ, സ്റ്റാർ വരെയുള്ളവർക്ക് 1500 PV എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം, എങ്കിലേ അവർക്ക് ഈ ബോണസിനുള്ള അർഹത ഉണ്ടാവും. ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ അച്ചീവ് ചെയ്ത ഹയർ ലെവൽ ഏതാണോ അതിനേക്കാൾ ഒരു ലെവലും കൂടെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് കിട്ടും. പക്ഷേ അതിൽ നിന്നും ഒരു ലെവൽ താഴെ പോയാൽ, ഒന്നിലധികം താഴെ പോയാൽ കിട്ടില്ല. ഞാനത് പറഞ്ഞറിയോ? ഞാൻ ഇന്നലെ ഒരാളെ നോക്കിയപ്പോൾ അദ്ദേഹം റോയൽറ്റി ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പോൾ റോയൽറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം സ്റ്റാർ ലെവലിലാണ്. പക്ഷെ 3 ലക്ഷത്തിന്റെ PV സ്ലാബ് വന്നല്ലോ, സ്റ്റാർ വന്നു. എന്നാൽ സ്റ്റാർ ലെവൽ വരണമെങ്കിൽ, 3 ലക്ഷത്തിന്റെ PV വന്നെങ്കിൽ സ്റ്റാർ വരണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് സൈഡും സെൽഫും കൂടെ 70,000 വോളിയം വരണം. 365 PV കുറവുണ്ട്. എത്രയുണ്ട്? 365 PV കുറവുണ്ട്. 3.5 എത്തിയപ്പോൾ ആള് നിർത്തി.
കാരണം 3.5 മതിയല്ലോ, ഇതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ 365 PV കൂടെ ചെയ്താലേ അദ്ദേഹം സ്റ്റാർ ആകുമായിരുന്നുള്ളൂ. സ്റ്റാർ ആയാലേ അദ്ദേഹത്തിന് സ്റ്റാറിന്റെ ബോണസ് കിട്ടുമായിരുന്നുള്ളൂ. മന്ത്ലി ആനുവൽ ബോണസ് അദ്ദേഹത്തിന് നഷ്ടമായി. എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് നഷ്ടപ്പെടും. ഇത് വേറെ ആർക്കും കിട്ടുന്ന പൈസയല്ല. നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച്, ബോണസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ അപ്ലൈന് കിട്ടില്ല അത്. പക്ഷെ നിങ്ങൾ സ്റ്റാർ ലെവലിൽ 3,50,000 വരണം, 3,49 നിങ്ങൾക്ക് വന്നുള്ളൂ എങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കാണോ 3 ലക്ഷം വരുന്നത് അവർക്ക് ആ പൈസ കിട്ടും. പക്ഷെ ബോണസ് പകരം വേറെ ആർക്കും കിട്ടില്ല. അപ്പോ ബോണസ് കിട്ടേണ്ട അർഹതയുള്ള ആള് എന്ത് ചെയ്യണം? ഹയർ ലെവലിനേക്കാൾ ഒരു ലെവലെങ്കിലും താഴെ അച്ചീവ് ചെയ്യുന്നു, ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഉറപ്പുവരുത്തുക. ഞാൻ പറഞ്ഞു, സ്റ്റാർ വരെയുള്ള വൈറ്റൽ അച്ചീവേഴ്സിന് 1,500 PV നിർബന്ധമാണ്, അതല്ലെങ്കിൽ അവർക്ക് കിട്ടില്ല. എന്നാൽ ടെക്നിക്കൽ റോയൽറ്റി അച്ചീവേഴ്സിന് 2,500 PV, ജൂലൈ മാസം മുതൽ 2,500 PV ചെയ്താലേ അവർക്ക് ഈ പറയുന്ന ബെനിഫിറ്റ്സിന് അർഹത ഉണ്ടാവുകയുള്ളൂ. ഇത് ബോണസ് മാത്രമല്ല, അവർക്ക് കിട്ടുന്ന മന്ത്ലി കമ്മീഷൻ കിട്ടാൻ, ഇത് പണ്ട് മുതലേ ഉള്ളതാണ് 1,500 PV. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5,000 ആക്കേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ അത്ര ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. ഓക്കെ, ഞാനൊരു ചെറിയ PPTയുടെ സഹായത്തോടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് എളുപ്പം ഉണ്ടാകും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, യെസ്, എനിക്ക് തോന്നുന്നു സൈഡ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റൈറ്റ് അല്ലേ? കാണാം. ഓക്കെ, നൈസ്. സോ നമുക്ക് തോന്നും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്, എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആരും ചെയ്യില്ല, ആർക്കും ചെയ്യാൻ കഴിയില്ല എന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഡയമണ്ട് ആകാൻ ആർക്ക് വേണമെങ്കിലും ശ്രമിക്കാം. ഒരുപക്ഷെ എന്നേക്കാൾ മുമ്പ് ഡയമണ്ട് ആകാൻ കഴിവുള്ള അതിലുള്ള ആളുകൾ ഓൾറെഡി പിറന്നവർ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? ഫോളോ ദ സിസ്റ്റം ആൻഡ് ഡു. തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യാൻ കഴിയും. അപ്പോ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, എങ്ങനെയാണ് നമുക്ക് ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുക, വേഗത്തിൽ വളരാൻ കഴിയുക, അതിനുള്ള മാർഗങ്ങൾ. ആർസിബിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ PV ജനറേഷൻ ആക്ടിവിറ്റീസ് ആണ്. ഇതിനകത്ത് നമ്മുടെ കൂടെ പുതിയ ആളുകൾ ഉണ്ടാവും, നേരത്തെ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അച്ചീവേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ അച്ചീവേഴ്സ് ഉണ്ട്, സീനിയർ ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. ഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പുതിയതായിട്ട് വന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പോയിന്റ്സ് ഞാനൊന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസത്തെക്കാൾ കൂടുതൽ PV ഞാനും എൻ്റെ ടീമും കൂടെ ചേർന്ന് ഈ മാസം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കും എൻ്റെ ടീമിനും ഗ്രോത്ത്, വളർച്ച ഉണ്ടായി എന്ന് പറയുക. PV, പർച്ചേസ് വോളിയം. അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വളരാൻ അവസരം ഉണ്ടാക്കിയത്? ഒന്ന്, പുതിയ ജോയിനിങ്. എല്ലാ മാസവും ഒരു 6,000, 8,000, ഇവൻ 10,000 വരെ പുതിയ ജോയിനിങ് കേരളത്തിൽ എൻ്റെ ടീമിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ചില ടീമിൽ ലീഡേഴ്സ് വളരെ ഉത്സാഹത്തോടു കൂടി ജോയിനിങ് പ്രൊമോട്ട് ചെയ്യുന്നു. ചില ആളുകൾ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും എടുക്കുന്നില്ല. ഒറ്റ മാസം കൊണ്ട് 10ഉം 50ഉം ജോയിനിങ് ഒക്കെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അതേസമയത്ത് കഴിഞ്ഞ 5-8-10 വർഷമായിട്ട് ഒരു ജോയിനിങ് പോലും കൊടുക്കാത്ത ആളുകളും ആർസിബിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളവരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ജോയിനിങ് കൊണ്ടുവരാത്തത്? നമ്മൾ ശ്രമിക്കുന്നില്ല. ഒരാൾ ആർസിബിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ആർസിബിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ അറിയാവുന്ന ആളുകൾ പറയുന്ന സ്ഥലത്ത് അവരെ എത്തിക്കുകയോ അല്ലെങ്കിൽ പറയാൻ അറിയാവുന്ന ആളുകളെ അവരുടെ അടുത്ത് എത്തിക്കുകയോ ചെയ്യുക. കാര്യം എളുപ്പമാണ്. ഇന്ന് പണ്ടത്തെ പോലെയല്ല, വളരെ ഈസിയാണ്. ആ കാര്യങ്ങൾ എന്താണ് ഈസി ആയത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു മാർഗം പുതിയ ജോയിനിങ് ആണ്. രണ്ടാമത്തേത്, സീനിയർ അസോസിയേറ്റ് ബേസിനെ സംബന്ധിക്കുന്ന വിഷയമാണ്. ആർസിബിൽ ജോയിൻ ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവർ പർച്ചേസ് നടക്കാതെ 6 മാസമോ അതിൽ കൂടുതലോ പർച്ചേസ് ചെയ്യാതിരുന്നാൽ അവരുടെ ID ടെർമിനേറ്റ് ആയി പോകും. അങ്ങനെ ടെർമിനേറ്റ് ആയി പോകുന്ന ഐഡിയകൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെറും 1,000 രൂപയുടെ പർച്ചേസ് ചെയ്താൽ മതി.
ഇപ്പൊ ഞാൻ ആർസിഎമ്മിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട് ഞാൻ പറയുമ്പോൾ എന്നെ നിരസിക്കാൻ കഴിയാത്ത കൊണ്ട് ജോയിൻ ചെയ്ത കുറെ ആളുകളുണ്ടാവും. അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതുപോലെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ സ്ഥലങ്ങളിലൊന്നും ചിലപ്പോൾ ഔട്ട്ലെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല, അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഗ്രാജുവലി പതുക്കെ 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 അവർ ആർസിഎമ്മിൽ നിന്ന് അവരുടെ ഫോക്കസ് മാറി, അവരുടെ ഐ ഡി ടെർമിനേറ്റ് ആയി. നമ്മൾ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആക്റ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ പോയത് കൊണ്ട് ഇവരെ നമ്മൾ മറന്നു. നമ്മൾ മറന്നാകാം, നമുക്ക് മുമ്പേ വന്ന ആളുകൾ കൊണ്ടുവന്നവരായതുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടാവാം. കാര്യം എന്താണെങ്കിലും അങ്ങനെ ടെർമിനേറ്റ് ആയ ആളുകൾ കണ്ടമാനമുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ അധികമായി ആർസിഎമ്മിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെ സംബന്ധിച്ച് നിങ്ങളുടെ ടീമിൽ ധാരാളം ആളുകൾ ഇങ്ങനെ ടെർമിനേറ്റ് ആയിട്ടുള്ളവരുണ്ടാകും. ഇതൊരു മിഷനായിട്ട് ഏറ്റെടുക്കുക. പ്രത്യേകിച്ചും അതിൽ പവർ ഉള്ള ആളുകൾ. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് താഴെ റെഗുലർ റണ്ണിങ് ബിസിനസ് ഉള്ള ആളുകൾ, ഒരു 70,000 PV മുകളിൽ വോളിയുള്ള ആളുകളെ നിത്യേന ഒരു രണ്ടുപേരെങ്കിലും വിളിച്ച് ഈ കാര്യം പറഞ്ഞ് ആക്ടിവേറ്റ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ട്. ഒരു സംശയം വേണ്ട, ഡെയിലി ഇത് നിങ്ങൾക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ. കാരണം നിങ്ങൾ വിളിക്കുമ്പോഴായിരിക്കും അവരറിയുക അവരുടെ വീട്ടിനടുത്ത് ആർസിഎമ്മിന്റെ ഒരു വണ്ടർവേൾ ക്യുക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആർസിഎമ്മിന്റെ വണ്ടർവേളിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരാൾ പറഞ്ഞു 10 വർഷം മുമ്പ് ആർസിഎമ്മിൽ വന്നതാണ്, 10 വർഷം മുമ്പ് ആർസിഎമ്മിൽ വന്നതാണ് ആള്. പക്ഷേ 10 വർഷത്തിന് മുമ്പ് വന്നെന്ന് മാത്രമല്ല, പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആർസിഎമ്മിന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലായില്ല, ഇപ്പോഴാണ് മനസ്സിലായത്. എന്തുകൊണ്ടാണ്? അറിയാൻ അദ്ദേഹവും താല്പര്യപ്പെട്ടിട്ടില്ല. അതല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അറിയുമായിരുന്നു. സോ ടെർമിനേറ്റ് ആയ ഐ ഡി ആക്ടിവേറ്റ് ആക്കുക. പ്രൊഡക്റ്റിന്റെ യൂസേജ് കൂട്ടുക. പ്രൊഡക്റ്റിന്റെ യൂസേജ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പല്ല് തേക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ പ്രൊഡക്റ്റ് യൂസേജ് കൂട്ടുക? അല്ല, നമുക്കുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ചില സ്പെഷ്യൽ പ്രൊഡക്റ്റുകളുണ്ട്, അതിന്റെ ഗുണമേന്മ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ചില ഉൽപ്പന്നങ്ങൾ സ്പെഷ്യൽ ആകുന്നത് അതിന്റെ പേര് കൊണ്ടാണ്. പോഹ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്, പോഹ. സാധാരണ ഷോപ്പിൽ പോയിട്ട് ചായപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, ഗോതമ്പ് പൊടി, എണ്ണ, സോപ്പ്, പേസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആളുകൾ അവിടെ ചെന്ന് സാധനം വാങ്ങിക്കും. അതിന് തൊട്ടടുത്തൊരു പോഹ ഇരിപ്പുണ്ട്, അവരിങ്ങനെ തിരിച്ചെടുത്ത് നോക്കിയിട്ട് പോരും. കാരണം ഇതെന്താ സാധനം? പോഹ എന്നൊരു സാധനം ഞാൻ കേട്ടിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. പക്ഷെ എന്താണ് സാധനം? മലയാളത്തിൽ അതിന് അവിലെന്ന് പറയും, അവിൽ. എന്ത് നല്ല രസമാണെന്നറിയോ? അതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കിയാൽ മാർക്കറ്റിൽ ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ 400 ഗ്രാം അവലിന് 75 രൂപ കൊടുക്കുമ്പോൾ ആർസി നമുക്ക് തരുന്ന വേൾഡ് സ്റ്റാൻഡേർഡ് പോഹ അര കിലോയ്ക്ക് വെറും 50 രൂപയുള്ളൂ. അതുകൊണ്ട് നല്ല ഒന്നാന്തര ഉപ്മാവ് ഉണ്ടാക്കുക. നമ്മുടെ ഹെൽത്ത് കാർഡൊക്കെ ചേർത്ത് ഉപ്മാവ് ഉണ്ടാക്കുക. ആ ഉപ്മാവ് ഉണ്ടാക്കേണ്ട രീതിയൊക്കെ ആളുകൾ പറഞ്ഞു തരും. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ. ഒരു പ്രാവശ്യം ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതില്ലാതെ പറ്റില്ല. ഒരു പാക്കറ്റ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കിയാൽ ഒരു 10-12 പേർക്ക് കഴിക്കാൻ പറ്റും. അത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് കുഴച്ച് മധുരം ചേർത്ത് കഴിക്കുന്ന അവല് പോലെയല്ല ഇത്. വടക്കേന്ത്യൻ രീതിയിൽ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കട്ടിയുള്ള അവലാണ്. നമ്മുടെ നാട്ടിൽ കട്ടിയുള്ള അവല് കിട്ടാറുണ്ട്, പക്ഷെ അത്ര സാർവത്രികമായിട്ട് ഉപയോഗിക്കാറില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന പോഹ ഉപ്മാവ് ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റി. അത് അല്പം നിലക്കടലയും അങ്ങനെ കുറച്ച് കിസ്മിസോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കുറച്ച് നിറയെ മല്ലിയില, ചെറുനാരങ്ങ ഇങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി, ന്യൂട്രീഷ്യസ് അല്ലേ? എപ്പം വേണേലും ഉണ്ടാക്കാം ഇങ്ങനെ ഒരു സാധനം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലാത്ത PUCക്കാർ പോലും നമ്മുടെ നാട്ടിലുണ്ട്. കാരണം എന്താ? അവർ ഓർഡർ ഇടുന്നത് സ്ഥിരമായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ പ്രൊഡക്റ്റിന്റെ യൂസേജ് കൂട്ടണമെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യണം. ഈ അടുത്ത കാലത്ത് ലോഞ്ച് ചെയ്തൊരു പ്രൊഡക്റ്റാണ് ഹൈഡ്രാജെൽ. നമ്മൾ വിൽവാരയിൽ പോയ സമയത്താണ് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. പ്രിയങ്കമാട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. കേരളത്തിൽ നല്ല രീതിയിലുള്ള പ്രൊമോഷൻ അതിന് കിട്ടി. കേരളത്തിലെ കീസോളിന്റെ ട്രെയിനറും ട്രാൻസ്ഫോമേഴ്സ് നമ്മുടെ ശ്രീലത ടീച്ചറും നേഹമാടും ഒക്കെ അടിപൊളിയായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ധാരാളം ലേഡീസ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴെവിടെ ചെന്നാലും സാധനം കിട്ടാനില്ല. ഇന്ന് എൻ്റെ വീട്ടിൽ യാദൃശ്യമായി വന്നിട്ട് അതിഥികൾ വന്നു. എൻ്റെ ഡിസ്പ്ലേ വാളിലുണ്ട് ഒരു 10 ഹൈഡ്രാജൽ ഇരിക്കുന്നു. പറഞ്ഞു വെറുതെ അല്ല ഇവിടെ എങ്ങ് ഹൈഡ്രാജല് കിട്ടാത്തത്, എല്ലാം സാറ് വാങ്ങിച്ച് വെച്ചിരിക്കുക അല്ലേ. ഞാൻ പറയുന്നത് പ്രൊഡക്റ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ പങ്കുവെക്കുകയും പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുകയും ചെയ്താലാണ് നമുക്ക് ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക. സെയിൽ ഇൻസ്റ്റന്റ് ആയിട്ട് വരുമാനം തരാൻ കഴിയുന്ന ഇതിനേക്കാൾ മറ്റൊരു സുന്ദര അവസരം വേറെ എവിടെ ഇല്ല.
ഏത് സെഗ്മെന്റ് കൈകാര്യം ചെയ്യുന്നവർക്കും ഇഷ്ടം പോലെ സെയിൽ ചെയ്യാനുള്ള അവസരമുണ്ട്. സപ്ലിമെന്റ്സ് എങ്കിൽ സപ്ലിമെന്റ്സ്, കീസോൾ എങ്കിൽ കീസോള്, ഹരിസഞ്ജീവനി എങ്കിൽ ഹരിസഞ്ജീവിനി, ഗുഡ് എങ്കിൽ ഗുഡ് ഒറ്റ ദിവസം കൊണ്ട് 1000-800 നൂഡിൽസൊക്കെ സെയിൽ ചെയ്ത ആളുകൾ കേരളത്തിലുണ്ട്. അതുപോലെ ഹരിസഞ്ജീവിനിയുടെ ഗാർഡൻ ഗോൾഡ്, നൂറുകണക്കിന് ഗാർഡൻ ഗോൾഡ് സെയിൽ ചെയ്യാം. റിഫ്രഷർ, ന്യൂട്രിചാർജിന്റെ റിഫ്രഷർ, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. എന്തിന് നമുക്ക് ആലപ്പുഴയിലുള്ള അനിൽ സാറും ഉഷാ മാഡവും ഒരുപക്ഷെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടാവും. ഞാൻ PPT റൺ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവരെ കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മിക്കവാറും എല്ലാ പ്രോഗ്രാമിലും വീഡിയോ ഓൺ ചെയ്തവർ ആദ്യാവസാനം പങ്കെടുക്കുന്നവരാണ്. കേരളത്തിൽ ഇത്രയും എന്താ പറയുക, സിമ്പിളായിട്ട് ഇത്ര ഹ്യൂജ് ക്വാണ്ടിറ്റി സെയിൽ ചെയ്യുന്ന ആളുകൾ അത്രയധികമില്ല. വളരെ വളരെ ഈസി ആയിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റാ, ബേസിക്കലി ന്യൂട്രിചാർജാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ന്യൂട്രിചാർജ് BJ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ 124 ന്യൂട്രിചാർജ് BJ ഇതിനോടകം അവർ സെയിൽ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ഒരു വർഷത്തെ അവരുടെ ടോട്ടൽ വോളിയം നോക്കുമ്പോൾ 10-16 ലക്ഷം വോളിയം അവർ സെൽഫ് ഹെഡിച്ചു. അത്രയ്ക്കും സെയിൽ. സോ ഞാൻ പറയുന്നത്, ഇങ്ങനെ സെയിലൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് എന്താ പറയുക, അനുമോദനങ്ങൾ കൊടുക്കണം മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ. അങ്ങനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, എക്സ്ട്രാ ഓർഡിനറി ആയി പെർഫോം ചെയ്യുന്ന ആളുകളെ. അത് സെയിൽ മാത്രമല്ല, ഏത് തരത്തിലാണെങ്കിലും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ചെയ്യുന്നതിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം, പ്രൊമോട്ട് ചെയ്യണം. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ടാർഗറ്റ്, കമ്പനി തരുന്നതും ലീഡേഴ്സ് തരുന്നതും സിസ്റ്റം തരുന്നതുമായിട്ടുള്ള ടാർഗറ്റ്സുകളൊക്കെ നമ്മൾ ഏറ്റെടുക്കണം, നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പോൾ ഉഡാൻ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണ്? കീസോളിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരമാണ്. കീസോളിൽ ഇത്രയധികം ഉൽപ്പന്നങ്ങളുണ്ട്, ദിവസവും പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വരുന്നു. ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല, നമ്മുടെ ടീമിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് KSO നടത്തുന്നത്, KSO നടത്തി അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, ഏതൊക്കെ പ്രൊഡക്റ്റാണ്, ഏത് പ്രൊഡക്റ്റിനാണ് കൂടുതൽ PV ഉള്ളത്, ഏതിനാണ് കൂടുതൽ റീറ്റെയിൽ പ്രോഫിറ്റ് ഉള്ളത്, ഓരോ പ്രൊഡക്റ്റും ഒരാളോട് അതിൻ്റെ കീ സെല്ലിംഗ് പോയിന്റ് എങ്ങനെ പറഞ്ഞു കൊടുത്ത് സെയിൽ ചെയ്യാൻ കഴിയും. ഇവക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ടാർഗറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉഡാൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കീസോളിനെ കുറിച്ച് ഒരു സ്പെഷ്യൽ നോളജ് കിട്ടാനുള്ള അവസരമാണ്. അതിനെന്താ വേണ്ടത്? വെറും 2500 രൂപയുടെ കീസോൾ വ്യോമിനി പ്രൊഡക്റ്റ് സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്യുന്ന അസോസിയേറ്റ് ID തുറക്കുമ്പോൾ അതിൽ കാണിക്കും, വെൽക്കം, നിങ്ങൾക്ക് ഉഡാനിൽ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഉഡാനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളത്തിൽ തന്നെ അതിൻ്റെ ഉഡാൻ ട്രെയിനിങ് ബാച്ച് നടക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇത്രയും കാലത്തെ, ഉഡാന് മുമ്പ് അതിന് PQC എന്നായിരുന്നു പേര്, അതിനുശേഷം പിന്നെ ഉഡാനെന്നാക്കി. ഇത്രയും കാലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ആളുകൾ ഒരു ബാച്ചിൽ ഉഡാനിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഏതാണ്ട് 355 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എലിജിബിലിറ്റി കിട്ടിയ ആളുകളാണ് മോർ ദാൻ 6000, 600-ൽ കൂടുതൽ ആളുകൾ എലിജിബിലിറ്റി നേടിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ജോയിൻ ചെയ്തത് ഏതാണ്ട് 300-ലധികം ആളുകൾ. ആലോചിച്ച് നോക്കി, അവർക്കുള്ള ബെനിഫിറ്റ് എന്താണ്, കീസോളിനെ കുറിച്ച് അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നു. അതുപോലെ നമുക്ക് അറിയാം, അടുത്ത മാസം കീസോളിലൊരു 2 ഡേ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 ഡേ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ കീസോൾ പ്രൊഡക്റ്റുകളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ 2 ഡേയ്സ് റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത്. ആദ്യം 2 സ്ഥലം മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ 2 പോരെ, നമുക്ക് 3 സ്ഥലത്ത് പ്ലാൻ ചെയ്യാം. അങ്ങനെ നമ്മൾ കോട്ടയത്തും കറുകുറ്റിയിലും കോഴിക്കോടും പ്ലാൻ ചെയ്തു. എന്തായിരുന്നു ടാർഗറ്റ്? 2500 PV ഓഗസ്റ്റിലും 2500 PV സെപ്റ്റംബറിലും, ജൂലൈയിലും ഓഗസ്റ്റിലും 2500 PV വീതം കീസോൾ വ്യോമിനി പ്രൊഡക്റ്റ് കൊണ്ട് ചെയ്താൽ അവർക്ക് ആ പ്രോഗ്രാം അതിൽ പങ്കെടുക്കാം. അതിന് വരുന്ന ചിലവ് അവർ തന്നെ വഹിക്കണം, പക്ഷേ പഠിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കുക, വെറും ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ്, ഒരു 7 ദിവസത്തെ കോഴ്സിന് 7000-8000 രൂപ കൊടുക്കണം. ആ സ്ഥാനത്ത് നമുക്ക് കംപ്ലീറ്റ് പാക്കേജ്, ഒരു പൈസ പോലും ഫീസായിട്ട് വാങ്ങാതെ അവിടെ നടത്തുന്ന പ്രോഗ്രാമിൽ വരുന്ന എക്സ്പെൻസിൻ്റെ ഒരു പങ്ക് മാത്രം, അതായത് ഹാൾ വാടക, മറ്റ് അങ്ങനെയുള്ള കാര്യം, ഭക്ഷണം, താമസം, ആ ഒരു എക്സ്പെൻസ് മാത്രം കൊടുത്തു നമുക്ക് പഠിക്കാൻ അവസരം കിട്ടുകയാണ്. ഇത് കേട്ടപ്പോൾ കണ്ടമാന ആളുകളായി. അവസാനം 2 സ്ഥലം കൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു, കണ്ണൂരും അടൂരും. അങ്ങനെ ഇപ്പോൾ 5 സ്ഥലങ്ങളിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 9-ഉം 10-ഉം കണ്ണൂര്, 12-13 അടൂര്, 15-16 കറുകുറ്റി, 18-19 കോട്ടയം, 20-21 കോഴിക്കോട്. ഞാൻ പറഞ്ഞ ഡേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകുന്ന സംശയമുണ്ട്. അതെന്തുവാണെങ്കിലും ഈ 5 സ്ഥലങ്ങളിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു. അയ്യോ സാറേ, കഴിഞ്ഞ മാസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ട്, എന്ത് ചെയ്യണം?
ഒന്നും പഠിക്കണ്ട, 5000 PV ചെയ്തോളൂ. ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ 5000 PV ചെയ്താൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി കിട്ടും. ഇനി കീസോൾ ഔട്ട്ലെറ്റ് നടത്തുന്നവരോ അല്ലെങ്കിൽ വണ്ടർവേൾ ക്വിക്ക് വണ്ടർവേളൊക്കെ നടത്തുന്ന ആളുകളോ അവർക്ക് അവരുടെ കീസോൾ ഓമിനി പ്രൊഡക്റ്റ് സെയിൽസിന്റെ അടിസ്ഥാനത്തിലും അവർക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടും. കീസോൾ KSO നടത്തുന്ന ആളുകൾക്കാണെങ്കിൽ 15,000 രൂപയുടെ സെയിൽ ഒരു മാസം എന്ന രീതിയിൽ 2 മാസം കൊടുത്തിട്ട് 30,000 ചെയ്താൽ, അതുപോലെ വണ്ടർവേൾ ക്വിക്ക് വണ്ടർവേളൊക്കെ ആണെങ്കിൽ 2 മാസം കൂടി ചേർത്ത് 50,000 സെയിൽ ചെയ്താലും അവർക്ക് പങ്കെടുക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, അതിന് വരുന്ന എക്സ്പെൻസ് അവർ ബിയർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഞാൻ 2 ടാർഗറ്റിന് ഉദാഹരണം പറഞ്ഞു. അതുപോലെ ഓരോ സെഗ്മെന്റിനെ കുറിച്ചും പഠിക്കാനുള്ള അവസരം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മുടെ ടീമിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ നടക്കുന്ന ഗുഡ് ഡോട്ടിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, റസോയിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരെങ്കിലും ഇതിനകത്തുണ്ടോ ഒന്ന് ഹാൻഡിൽ ചെയ്യാവോ? അതും 100-800 പേര് രജിസ്റ്റർ ചെയ്തു. പക്ഷേ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പ്രോഗ്രാമിൽ അവർ വരുന്നില്ല, വന്നാൽ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ലൈവായി കുക്ക് ചെയ്ത് നിങ്ങൾ കുക്ക് ചെയ്തതിൻ്റെ എന്താ പറയുക റെസിപ്പിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ട്രെയിനേഴ്സിന് അയച്ചു കൊടുക്കുകയോ ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തായിട്ട് കണക്കാക്കുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് അടുത്ത റെക്കഗ്നിഷൻ പ്രോഗ്രാം നടക്കുന്നത്. ഒക്ടോബർ മാസത്തിലാണ്. അന്ന് നിങ്ങൾക്ക് അപ്രോണും ക്യാപ്പും ബാഡ്ജും ഒക്കെ കിട്ടും. നിങ്ങൾ ആലോചിച്ചൊക്കെ 100-500 പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം നിങ്ങളെ സ്റ്റേജിൽ വിളിച്ച് നിങ്ങൾക്കൊരു അപ്രോണും ഒരു സമ്മാനമൊക്കെ തരുമ്പോൾ എത്ര രസമായിരിക്കും അല്ലേ? അതിനെന്താ വേണ്ടത്? 15 ദിവസം ഓരോ മണിക്കൂർ ഗുഡ് ഡോട്ടിന്റെ ഉൽപ്പന്നങ്ങൾ പാചകം ചെയ്യാനായിട്ട് തയ്യാറാവുക. അങ്ങനെ പാചകം ചെയ്യുമ്പോൾ ഗുണം എന്താണ്? ഒരു 10-30 റെസിപ്പി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. വീട്ടിലുള്ളവർ രുചികരമായി ഇത് കൊള്ളാമല്ലോ, ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ. ആ വീട്ടിൽ സ്ഥിരമായി ഗുഡ് ഡോട്ടിന്റെ ഉപയോഗം സാധ്യമാകും. ഗുഡ് ഡോട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ 1 ആരോഗ്യം മെച്ചപ്പെടും, 2 ചെലവ് കുറയും. വീട്ടമ്മമാരെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1 കിലോ ചിക്കനോ 1 കിലോ മട്ടനോ മീനോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് വെട്ടി കഴുകി വൃത്തിയാക്കി എത്ര മെനക്കെട്ട പണിയാണ്. ഇത് വളരെ എളുപ്പം അല്ലേ? സമയ ലാഭം, കുക്കിങ്ങിന് ഗ്യാസ് ലാഭം. ഒരേ സാധനം കൊണ്ട് തന്നെ പല വെറൈറ്റീസ് ഉണ്ടാക്കാം. പ്രോട്ടീസ് ഉണ്ടാക്കാം, 10-23 വെറൈറ്റീസ് ഉണ്ടാക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. ഈ പറയുന്ന റസോയി എന്ന് പറയുന്ന ഗുഡ് ഡോട്ടിന്റെ കുക്കിംഗ് ട്രെയിനിങ് പ്രോഗ്രാം പഠിക്കണം. നമ്മുടെ ടീമിലുള്ള നിങ്ങൾ എഴുതിക്കോളൂ, നിങ്ങളുടെ ടീമിൽ നിന്ന് ആരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കണം. കാരണം നമുക്ക് വളരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? PV ജനറേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പോൾ ഒരാൾ ഗുഡ് ഡോട്ടിന്റെ റസോയി പങ്കെടുക്കുമ്പോൾ 15 ദിവസം കൊണ്ട് അവർ പഠിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ ഒരു 2,500-3,000 രൂപയുടെ സാധനം വരും. അങ്ങനെ വീട്ടിൽ നല്ല രുചികരമായിട്ട് വെജിറ്റേറിയൻ ഐറ്റം പ്രോട്ടീൻസും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ എന്നും പറയില്ല, മക്കൾ പറയും, അമ്മേ അന്ന് ഉണ്ടാക്കിയ ചെട്ടിനാടൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ, ഇനി എന്താ ഉണ്ടാക്കണേ? അങ്ങനെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ, അതായത് 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സമയത്തെ ഗുഡ് ഡോട്ടിന്റെ സെയിൽസ് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗുഡ് ഡോട്ട് സെയിൽസ് ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. കാരണം ധാരാളം പേര് നോളജ് ഉപയോഗിക്കുന്നവരാണ്. നോളജ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ദോഷവും അറിയാം. അപ്പോൾ ഉപയോഗിക്കുന്ന ആളുകൾ രുചി കോംപ്രമൈസ് ചെയ്യാതെ കൂടുതൽ നേട്ടത്തോടു കൂടി ഗുഡ് ഡോട്ട് ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളോട് നമ്മളൊന്ന് പറയാൻ തയ്യാറായാൽ അവരും സ്വീകരിക്കും. അതാ ഞാൻ പറഞ്ഞത് 2D ഇവിടെ കളഞ്ഞു വെക്കുക. എന്തൊക്കെയാണ്? മടി, പേടി. ഓക്കെ, അടുത്തെന്താണ്? ഓപ്പണിംഗ് ഓഫ് POS. ദിവസവും കേരളത്തിൽ പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ ഓപ്പണിംഗ് ചെയ്യാണ്. ഇന്ന് കാഞ്ഞിരപ്പള്ളിയുടെ അടുത്ത് കോട്ടയം ജില്ലയിൽ പാറത്തോട് നമ്മുടെ ഒരു സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ വിജി മാഡത്തിന്റെ നവീകരിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. നമ്മുടെ റൂബി ഹേമന്ത് സാറാണ് അവിടെ പോയത്. അതുപോലെ ദിവസവും ഇന്ന് നടന്നുകൊണ്ട് ഞങ്ങൾ ഓർത്തപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വരുന്ന 15-ാം തീയതി ഡോക്ടർ രാജൻ സാറ് മലപ്പുറത്ത് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം നടത്തുന്നു. 19, 20, 21 ദിവസങ്ങളിൽ മൂവാറ്റുപുഴയിലും തൊടുപുഴയിലായിട്ട് ഓരോ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പുതിയ ഔട്ട്ലെറ്റുകൾ വരികയാണ്. ഓരോ ഔട്ട്ലെറ്റ് ഒരു ആർസിമിന്റെ ഒരു POS പോയിന്റ് ഓഫ് സെയിൽ, അതായത് വണ്ടർവേൾ ക്വിക്ക് വരുന്നു പറഞ്ഞാൽ ആ പ്രദേശത്ത് ഒരു സ്പോണ്ടേനിയസ് ഗ്രോത്തിന് ഒരു അവസരം ഉണ്ടാകുന്നു. ഇന്ന് വരുന്ന ആർസിമിന്റെ ഔട്ട്ലെറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ഗംഭീരമാണ്. 8-10 ലക്ഷത്തിന്റെ സ്റ്റോക്കുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഉള്ള. ഇപ്പൊ ഓണക്കാലമാണ്. ഓണത്തിന് ആർസിമിൻ്റെതല്ലാത്ത ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കില്ല എന്ന് ഉറച്ച് തീരുമാനിക്കാം. നിങ്ങൾ നിങ്ങളുടെ ടീമിലുള്ളവരെയും കൂട്ടി എവിടെയാണോ കേരളത്തിൽ ആർസിമിന്റെ ഡ്രസ്സുള്ള സ്ഥലമുള്ളത് അവിടേക്ക് പോവുക. ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് മാവിൻമൂട് അനിൽ സാറും സിന്ധു മാഡവും നടത്തുന്ന ശ്രീലക്ഷ്മി RCM എന്താ പറയുക ഡ്രസ് വേൾഡ് സന്ദർശിച്ചു. ഒരു എക്സ്ക്ലൂസീവ് ഡ്രസ് വേൾഡ്.
ഒരു വണ്ടർവേൾ ക്വിക്കിന്റെ ഭാഗമായി ഒരു റൂമിൽ പ്രത്യേകമായി കംപ്ലീറ്റ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് പോലെ ഒരു 7,000 രൂപയുടെ ഡ്രസ് ഐറ്റം വാങ്ങിച്ചുകൊണ്ടാണ് അഖില മാഡം പോകുന്നത്. പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് അവിടെ അങ്ങോട്ട് നിന്നു, അല്ലെങ്കിൽ വീണ്ടും ഒരു 10 തേച്ചനായിരുന്നു. അതുപോലെ നമുക്ക് അടൂര് വണ്ടർവേൾഡിൽ ഇഷ്ടം പോലെ ഡ്രസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കോട്ടയം വണ്ടർവേൾഡിൽ ധാരാളം സ്റ്റോക്ക് ഉണ്ട്. എറണാകുളത്താണെങ്കിൽ 3 ഓപ്പർച്യൂണിറ്റിയാണ്: ബഥാനിയ, ഉമങ് വണ്ടർവേൾഡ് പ്രൈം, സുലഭ് വണ്ടർവേൾഡ്. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇഷ്ടം പോലെ കടകളുണ്ട്. കോഴിക്കോടാണെങ്കിൽ നമ്മുടെ JRS വണ്ടർവേൾഡ് ക്വിക്ക് സുജി സാറിന്റെ ഷോപ്പിൽ ഇഷ്ടം പോലെ വെറൈറ്റീസാണ്, ഇഷ്ടം പോലെ. അതുപോലെ വണ്ടർവേൾഡിലുണ്ട്. ഇനിയിപ്പോൾ 2-3 കടകളുടെ പേര് ഞാൻ പറഞ്ഞു, ബാക്കി സാറ് പറഞ്ഞില്ലല്ലോ എന്ന് വിഷമിക്കരുത്. അങ്ങനെ നിങ്ങളുടെ കടയിൽ, നിങ്ങളുടെ ഷോപ്പിൽ ടെക്സ്റ്റൈൽ എന്താ പറയുക, ടെക്സ്റ്റൈൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. യെസ്, കറുകച്ചാൽ പ്രാണയിൽ ഇഷ്ടം പോലെ ടെക്സ്റ്റൈൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് മാഡം ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. നമ്മുടെ എമറാൾഡ് ബിന്ദു മാഡത്തിന്റെ ഷോപ്പ്. ഇതിനൊക്കെ പരസ്യം ചെയ്തതിന് കാശ് തരണം കേട്ടോ, ചുമ്മാതല്ല. പിന്നെ സാറേ എൻ്റെ ഗൂഗിൾ പേ നമ്പർ എല്ലാവർക്കും അയച്ചു കൊടുത്തരും കേട്ടോ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, ഓണക്കാലമാണ്, ഓണക്കോടി ആർസിഎമ്മിൽ നിന്ന് മാത്രം. എത്ര ദൂരെ പോയിട്ടാണെങ്കിലും ആർസിഎമ്മിൽ നിന്ന് ഓണക്കോടി എടുക്കൂ എന്നൊരു ഉറച്ച തീരുമാനം എടുക്കുകയും അത് വാങ്ങുകയും ചെയ്യണം. ഓക്കെ, കാരണം നമുക്ക് ആർസിഎം തരുന്ന സമ്മാനമാണ് ആർസിഎമ്മിൽ ഓണക്കോടി എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഓൺലൈൻ പർച്ചേസ്, ഇതും നമ്മൾ ശീലിക്കേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ ടീമിൽ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞാൽ പോരാ, നിങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്യണം, നിങ്ങളുടെ ടീമിലുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഒരു 10 പേരെ കൊണ്ടെങ്കിലും നിങ്ങൾ സ്വയം മുൻകൈ എടുത്ത് ചെയ്യിപ്പിക്കുമ്പോഴാണ് അവർ പഠിക്കുക. ചെയ്യാൻ പറഞ്ഞാൽ അവർ നോക്കുമ്പോൾ ഒരു പക്ഷേ എളുപ്പത്തിൽ പറ്റില്ല. എളുപ്പമുള്ള കാര്യം ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം, പക്ഷെ അല്പം പ്രയാസം തോന്നിയാൽ വേണ്ടെന്ന് വെക്കും. എന്നാൽ നേട്ടമുണ്ടാകുമെങ്കിൽ എത്ര വലിയ പ്രയാസമുള്ള കാര്യവും ആളുകൾ ചെയ്യില്ലേ. അപ്പൊ ഇതിൽ നിന്നുണ്ടാകുന്ന നേട്ടം അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. കാരണം നോൺ FMCG ഐറ്റംസ് എല്ലാം കമ്പനിയിൽ നമുക്ക് ഡയറക്റ്റ് വരും. അപ്പോൾ ഡ്രസ് ഐറ്റംസ്, ചപ്പല്, ബാഗ് തുടങ്ങിയ സാധനങ്ങൾ മുഴുവൻ, കീസോൾ, അതുപോലെ ഹാരിസൺ ജൂരി പ്രൊഡക്റ്റ്, ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രോത്ത് ഫാസ്റ്റായിട്ട് വളരാൻ വേണ്ട വഴികൾ എന്തൊക്കെയാണ്? 7 കാര്യങ്ങളാണ്. ഈ 7 കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്ന ഒരു വേഗത്തിൽ വളരും. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചെയ്യുന്നുള്ളെങ്കിലും വളരും. അതിൽ നിങ്ങൾ എത്ര കൂടുതൽ സമയം നിങ്ങളുടെ ടീമുള്ളവർ വിനിയോഗിക്കുന്നു അതനുസരിച്ച് നിങ്ങളുടെ വളർച്ച ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാളിറ്റി ടൈം വാട്ട് യു സ്പെൻഡ് ഇൻ യുവർ ടീം. ഗ്രോത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാളിറ്റി ടൈം വാട്ട് യു സ്പെൻഡ് ഇൻ യുവർ ടീം. 5000 PV ഇന്ന് ആർസിഎമ്മിലുള്ള ഒരു അസോസിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർ ആർസിഎമ്മിനോട് നീതി പുലർത്തുന്നില്ല, അവരുടെ കുടുംബത്തിനോട് നീതി പുലർത്തുന്നില്ല, അവരുടെ വീട്ടുകാരോട് നീതി പുലർത്തുന്നില്ല എന്ന് ഞാൻ പറയും. എനിക്കറിയാം, ഇപ്പൊ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും 5000-ഓ അതിൽ കൂടുതലോ PV ചെയ്യുന്നത്. കാരണം 100% ഉൽപ്പന്നങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ആർസിഎം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ PV 5000 വരും. 2006 മുതലാണ് ആർസിഎമ്മിന്റെ പ്ലാനിനെ കുറിച്ചൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അന്ന് മുതൽ റോയൽറ്റി ടെക്നിക്കൽ അച്ചീവേഴ്സിന് അവർക്ക് കമ്മീഷൻ കിട്ടണമെങ്കിൽ 1500 PV സെൽഫ് ഐഡിൽ ചെയ്യണമായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞു, അന്ന് ഇന്നുള്ളതിന്റെ 10-1 പ്രൊഡക്റ്റ് ഇല്ല. അപ്പോഴെങ്ങനെയാണ് 1500 PV ചെയ്തിരുന്നത്? കാരണം ആർസിഎമ്മിലുള്ള ഉൽപ്പന്നത്തിന് പകരമായി വേറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത്രയും ഒരു കർശനമായ ഒരു സ്വഭാവം, ആ ഒരു ഓണർഷിപ്പ് മെന്റാലിറ്റി നമുക്ക് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നൊരു 5000 PV ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടാവുന്ന നേട്ടം എന്താണ്? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയത്തില്ലാത്തത് കൊണ്ടാണ് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ആർസിഎമ്മിന്റെ എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട റൂൾസ് അതിൽ പറയുന്നതാണ്, 6 ബേസിക്സിൽ പറയുന്ന ആദ്യത്തെ കാര്യമാണ് യൂസ് ദ പ്രൊഡക്ട്സ് ആൻഡ് പ്രൊമോട്ട് ഷെയർ ദ പ്രൊഡക്ട്സ്. നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിനെക്കുറിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റിന്റെ ലിസ്റ്റാണ് ഈ വരാൻ പോകുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഒരു 2 മിനിറ്റ് സമയം തരാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ എത്ര പ്രൊഡക്റ്റ്, ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് ആർസിഎമ്മിന്റെ എത്ര പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു? ചുമ്മാ കൈവരിലൊന്ന് എണ്ണി നോക്കൂ, എന്നിട്ട് ചാറ്റ് ബോക്സിൽ എഴുതൂ എത്ര പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കാനുള്ള പേസ്റ്റും ബ്രഷും മുതൽ രാത്രി ഉറങ്ങാൻ നേരത്ത് വരെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളൊന്ന് ഒന്ന് എണ്ണി നോക്കിയിട്ട് എഴുതൂ. ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും.
ഇതുപോലെ ഒരു ദിവസം ഒരു പ്രോഗ്രാമിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത് അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനത് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങളും നോക്കൂ, നിങ്ങൾ എത്ര പേര് അങ്ങനെ എഴുതാൻ പറ്റും, വേഗാട്ടെ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബാക്കി നമുക്ക് തുടരാം. എത്ര പേര് എഴുതി നോക്കട്ടെ ചാറ്റ് ബോക്സിൽ. നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന്റെ എണ്ണം. എം സാദിഖ് സാർ എഴുതി 7, ബിപിൻ സാർ എഴുതി 40, ഒരാള് 12. തിരക്ക് കൂട്ടണ്ട. രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കാനുള്ള പേസ്റ്റും ബ്രഷും മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഓർത്തിട്ട് എഴുതിയാൽ മതി. ഇതിനകത്ത് മിനുസാറ് ഏറ്റവും കൂടുതൽ നമ്പർ ആഴ് എഴുതി നോക്കണം. 15, 18, 30 എഴുതിയിട്ടുണ്ട് ആളുകൾ. ഒരാൾ 40 എഴുതി. ഏറ്റവും കൂടുതൽ എഴുതുന്ന ആളാരാന്ന് നോക്കണം. നമ്മൾ ന്യൂട്രിചാർജ് 25 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ നിങ്ങൾ എത്ര പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവർ കൈ പൊക്കാൻ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് വെച്ചു കുറേ പേര് കൈപൊക്കി, 2 എണ്ണം ഉപയോഗിക്കുന്നത് വെച്ചു വീണ്ടും കൈപൊക്കി, 3 എണ്ണം ഉപയോഗിക്കുന്നത് വെച്ചു വീണ്ടും കൈപൊക്കി, 4, 5, 6, 7, 8. 8 നമ്മുടെ എമറാൾഡ് വിജയകുമാർ സാർ കൈ പൊക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് സാർ ഇനിയും പറയൂ. ഞാൻ ഉപയോഗിക്കാത്ത ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ, ന്യൂട്രിചാർജ് ഗെയിനർ മാത്രമേ ഞാൻ ഉപയോഗിക്കാത്തുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഉപയോഗിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അതുപോലെ ഉപയോഗിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ 50+ വന്നിട്ടുണ്ട്. യെസ്, അറൗണ്ട് 20, 25, 30 എന്നൊക്കെ എഴുതുന്നുണ്ട്. 14. അപ്പോ നോക്കൂ, 40ഉം 50ഉം ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളുകൾ ഈ പ്രോഗ്രാമിലുള്ളപ്പോൾ 10ഉം 12 എഴുതിയ ആളുകൾക്ക് ഒരല്പം മോശമാണെന്ന് തോന്നുന്നില്ലേ? ആർസിമിൽ ഉണ്ടായിട്ടും ഇത്രയും ഉന്നത ഗുണനിലവാരമുള്ള ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളിൽ ചലഞ്ചിങ് പ്രൈസ്, എല്ലാ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. വെരി ഗുഡ്. ചലഞ്ചിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നിലവാരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ലോകത്താർക്കും ഈ വിലയ്ക്ക് തരാൻ കഴിയില്ല. അതാണ് ചലഞ്ചിങ് പ്രൈസ്. അങ്ങനെ ചില ആൾ പറയുന്നത് ആർസിമിന്റെ പ്രൊഡക്റ്റിന് വില കൂടുതലാണ്. അപ്പൊ ഞാൻ പറയും 50 രൂപയ്ക്ക് സാരി കിട്ടും. 50 രൂപയ്ക്ക് ഞാൻ സാരി വാങ്ങിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല, കുറെ കാലം മുമ്പ്. 500 രൂപയ്ക്ക് സാരി കിട്ടും, 5000 രൂപയ്ക്ക് കിട്ടും, 50,000-ന് കിട്ടും, 5 ലക്ഷത്തിന് കിട്ടും. എല്ലാം സാരിയാണ്, എല്ലാം ഉടുക്കാൻ പറ്റുന്ന. വ്യത്യാസമുണ്ടോ? അല്ലേ? 500-ന്റെയും 5000-ന്റെയും വ്യത്യാസമുണ്ട്. 50,000-നാണ് പോകുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രൊഡക്റ്റിന്റെ വില കമ്പയർ ചെയ്യുമ്പോൾ ആർസിഎമ്മിന്റെ ക്വാളിറ്റി ആയിട്ട് ഏതെങ്കിലും ഒരു 7 വരുന്നതിന് വേണം വില കണക്കൂട്ടാൻ. അല്ലാതെ തുല്യ ഉപയോഗം സാധ്യമാക്കുന്ന മാർക്കറ്റിലെ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധനവും നമ്മുടെ ക്വാളിറ്റി ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 80%. ഓക്കെ, ഞാൻ പറഞ്ഞു. ഇനി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കണക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് യെസ്, നമ്മൾ എവിടെയായിരുന്നു വന്ന് നിന്നത്? മാജിക് 5000-ലാണ് വന്നല്ലേ? ഒന്ന് ഓടിച്ചു പറയാം. ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് എത്രയായെന്ന് എണ്ണിക്കോ കേട്ടോ. ഈ ഒരു ഷീറ്റിൽ തന്നെ 3, 3, 6, 3, 9, 12, 12, 36. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും തന്നെ ഭൂരിപക്ഷവും ഡെയിലി ഉപയോഗിക്കുന്ന കാറ്റഗറികളാണ് ഈ 2 ഷീറ്റിൽ വന്നത്. അപ്പൊ ഏതാണ്ട് 70 മതിയോ? LAT 250 എഴുതിയിട്ടുള്ളത്. അത് ചായയും കാപ്പി അതൊക്കെ ചിലപ്പോ കുറച്ചൊക്കെ കൂടുതലായിരിക്കും. അത് അത്ര കൃത്യമല്ല. ഉപയോഗിക്കുന്ന ഐറ്റംസ് എണ്ണീന്ന് മാത്രമേ ഉള്ളൂ. ചിലതൊക്കെ ചിലപ്പോൾ കൂടുതൽ വരും. ചില ഐറ്റംസ് അവസാനം ഡോർമാറ്റും ഫാനും ഒക്കെ എഴുതിപ്പോൾ ഇതൊക്കെ ഡെയിലി ഉപയോഗിക്കുന്നതാണോ ചോദിച്ചല്ല കേട്ടോ, അങ്ങനെയല്ല. ഡെയിലി ഉപയോഗിക്കുന്ന അല്ലാത്ത സാധനങ്ങളും വീട്ടിലുള്ള ചുമ്മാ പറഞ്ഞുപോയി. ഇപ്പൊ അവസാനം എഴുതിയ മധുസയും എയർ ഫ്രഷറും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇനി ഹൈഡ്രോജല് വന്നിട്ടില്ല. അങ്ങനെ ചില സാധനങ്ങൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉണ്ട്. എന്നാലും ഇത്തരത്തിൽ നിങ്ങളൊന്ന് എഴുതി നോക്കൂ, ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കാത്തത്. എന്താ സംഭവം നമ്മൾ പറയാൻ പോകുന്നത്? മാജിക്കോ 5000. 5000 PV ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സിൻസിയർ ആയിട്ട് ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ, ലോയലായിട്ട് ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാത്രം മതി. അതുകൊണ്ട് വലിയ അത്ഭുതം സംഭവിക്കും. അതാണ് ഇതെന്താണെന്നറിയോ? 2013 ഒരു PV ലിസ്റ്റാണ്. 2013 നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങളുടെ PV ആണ്. ഇതിന് പഴയ ഒരു കണക്കോടാണ്. ഇനി അടുത്തൊരു ദിവസം വരുമ്പോൾ 2006-ലെയും 2013-ലെയും ഇപ്പോഴത്തേക്ക് കാണിച്ചു തരാം. അതായത് 1/2 കിലോ ചായപ്പൊടി അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ വീട്ടിൽ, അല്ലെങ്കിൽ അത്രയും മെമ്പേഴ്സ് ഉള്ള വീട്ടിൽ ഇന്നും അത്രയും ചായപ്പൊടി തന്നെ വേണ്ടേ? 1500 PV, 2500 PV എന്ന് പറഞ്ഞാൽ അയ്യോ എന്ന് പറയും. 5000 PV എന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമില്ലെന്ന് പറയും. പക്ഷേ
പി വിയിൽ എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് നോക്കൂ. ഈ പറയുന്ന സാധനം ഇതിപ്പോൾ നിത്യോപയോഗത്തിന് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ എഴുതിയത് ഇത് അന്നത്തെ പി വിയാ എന്ന് 2013 ഇതേ ഉൽപ്പന്നങ്ങൾ ഇന്ന് വാങ്ങിക്കുമ്പോൾ എത്ര പി വി ആയി? ഡിങ് കണ്ടാ. ഇതിപ്പോ എത്ര എത്ര ഐറ്റംസ് ഉണ്ട്? ഒരു 10, 3, 3, 6, 3, 9, 12, 15, 10, 30 പ്രൊഡക്റ്റിന്റെ വന്നിട്ടില്ല. 30, 35, മാക്സിമം 40. ഇതിന്റെ ഇരട്ടിയോളം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 5000 പി വി എന്ന് പറയുന്നത് സിൻസിയറായി 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അസോസിയേറ്റ് ബൈയുടെ ഐഡിയയിൽ ഉണ്ടാകുന്ന പി വി ആണ്. വേറെ ഒന്നും ചെയ്യണ്ട, ഒരു തരത്തിൽ ഒരു കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. ആർസിഎമ്മിലുള്ള പ്രൊഡക്റ്റിന് സമാന ഉപയോഗം സാധ്യമാക്കുന്ന ഉൽപ്പന്നം ഞാൻ പുറത്തുനിന്ന് വാങ്ങില്ല എന്നൊരു തീരുമാനമെടുത്ത് പ്രാവർത്തികമാക്കിയാൽ നടക്കുന്ന കാര്യമാണ് 5000 പി വി. അങ്ങനെ വന്നാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന് നമുക്കറിയത്തില്ലാത്തത് കൊണ്ടും നമ്മുടെ ടീമിലുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആളുകൾ 5000 പി വി ചെയ്യാത്തത്. ഷോപ്പിൽ സാധനം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന പോകുന്ന ഷോപ്പിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. നമ്മൾ അറിയാതിരിക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മളെ ബ്രാൻഡ് മാറാൻ നമ്മൾ തയ്യാറാകുന്നില്ല, നമ്മുടെ കൂടെ വന്ന ആൾക്ക് നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. നോക്കൂ, ഇത് നിങ്ങൾ കമ്പയർ ചെയ്ത് ഞെട്ടിപ്പോകും. എത്ര പി വി ആണ്? ജസ്റ്റ് ഓൾമോസ്റ്റ് ഡബിൾ ആയിരിക്കുന്നു. ഇനി അന്നില്ലാത്ത കുറെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. കീസോളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാനിത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ 5000 പി വി ചെയ്യുന്ന ആൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുക? നമ്മുടെ കൺസിസ്റ്റൻസി പർച്ചേസിൽ 100 മുതൽ 1499 പി വി ചെയ്യുന്നവർക്കും 1500 ചെയ്യുന്നവർക്കും 2500 ചെയ്യുന്നവർക്കും 5000 ചെയ്യുന്നവർക്കും ഒക്കെ ഫ്രീ പ്രൊഡക്റ്റ് ഓരോ 6 മാസം കഴിയുമ്പോഴും പ്രൊഡക്റ്റ് കിട്ടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒറ്റ പ്രാവശ്യമെങ്കിലും സമ്മാനമായി പ്രൊഡക്റ്റ് കിട്ടിയ ആളുകൾ ഹാൻഡ് റൈസ് ചെയ്യാം. ഒരിക്കൽ കൂടി 6 മാസം തുടർച്ചയായി പ്രൊഡക്റ്റ് വാങ്ങിച്ച വകയിൽ സമ്മാനമായി പ്രൊഡക്റ്റ്, ഫ്രീ പ്രൊഡക്റ്റ് ഇതാ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. കുറെ ആളുകൾക്ക് എത്ര പേരാണെന്നറിയോ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ എനിക്കും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി, വളരെ സന്തോഷമായി. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതല്ലേ, ഇപ്പൊ ഓണക്കോടി എടുക്കാൻ ഫ്രീ പ്രൊഡക്റ്റ് അല്ലേ, ഇതുകൊണ്ട് ഞാൻ ഓണക്കോടിയാണ് വാങ്ങിക്കുന്നത്, വാങ്ങിച്ചു എന്ന് പറഞ്ഞ കേട്ടു. എത്ര പേരാണെന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പൈസയുടെ സാധനം ആരെങ്കിലും നമുക്ക് ഫ്രീ തരുമോ? നിങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 101 രൂപ എന്ന് പറഞ്ഞാൽ 1 രൂപ അവിടെ വെച്ചിട്ട് പോകാൻ പറയില്ലേ? ഇല്ലെന്ന് പറഞ്ഞാൽ വിടുവോ? നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശത്തുള്ള ഒരു പലചരക്കട നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്നതിന് 101 രൂപ, ചേട്ടാ കുഴപ്പമില്ല, പച്ചക്കറിക്കാരൻ പറഞ്ഞാൽ ഓക്കെ. പക്ഷെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ വിടുവോ? അങ്ങനെ കൃത്യമായിട്ട് 1 രൂപയ്ക്ക് പോലും കണക്ക് പറഞ്ഞ് മേടിക്കുന്ന ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോ 6 മാസം കഴിയുമ്പോഴും 10,000 10,000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് സമ്മാനമായി സൗജന്യമായിട്ട് തരുന്നു. ഇതിനെ ഫ്രീ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് അതിന്റെ ശോഭ കെടുത്തരുത്. പ്രൊഡക്റ്റ് സ്ഥിരമായി വാങ്ങിക്കുന്ന ആളുകൾക്ക് മാത്രം ആർച്ചം കൊടുക്കുന്ന സമ്മാനമാണിത്. അപ്പോൾ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മിടുക്കരല്ലെന്നല്ലേ അതിനർത്ഥം? നിങ്ങൾ മിടുക്കരല്ലെന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കണോ? നിങ്ങൾ സാധനം വാങ്ങിക്കുന്ന കടയിൽ നിങ്ങൾ ഫ്രീ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ അർഹത നേടാതിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും? മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് അവരെന്താണ് വിചാരിക്കുക? ശരിയല്ലേ? അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കുക. ആർസിഎമ്മിൽ ഒരു ഐഡിയ ഉള്ള ആൾ ഒരു കാരണവശാലും 6 മാസം റെഗുലറായി പ്രൊഡക്റ്റ് വാങ്ങിച്ച് സമ്മാനത്തിന് അർഹത നേടാതിരിക്കരുത്. അങ്ങനെ വാങ്ങാതിരിക്കുന്നുവെങ്കിൽ, അതിനുള്ള എലിജിബിലിറ്റി നേടുന്നില്ലെങ്കിൽ അവരൊരു ലോയൽ ആർസിഎം കസ്റ്റമർ ആണെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 5000 പി വി ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താ നമുക്ക് നോക്കാം. എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് ഹാൻഡ് റൈസ് ചെയ്തു. കണ്ടില്ലേ? ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന ആളുകളും കണ്ടു. അപ്പൊ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 1000-ഓളം ആളുകളുണ്ട്. ഇതിനൊന്നും ചെയ്യുന്നില്ലാത്ത ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. യെസ്, ഇതും ഞാൻ പറഞ്ഞില്ലേ, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അറിഞ്ഞാൽ പോരാ, നമ്മുടെ ടീമിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമ്മൾ പറഞ്ഞു കൊടുത്തവരെ ബോധ്യപ്പെടുത്തണം. 5000 പി വി ഒരാൾ ആർസിഎമ്മിൽ ജോയിൻ ചെയ്യുന്നു, 100% ഉൽപ്പന്നം വാങ്ങിക്കുന്നു. ആദ്യത്തെ മാസം അദ്ദേഹത്തിന് 2% പെർഫോമൻസ് ബോണസിന് അർഹത ഉണ്ടാവുന്നു. അങ്ങനെ 6 മാസം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 5000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ മന്ത്ലി 833 രൂപയുടെ പ്രൊഡക്റ്റ് ഡീപ്പ് റേറ്റിൽ കിട്ടിയതിന് സമമായി. അദ്ദേഹമോ അദ്ദേഹത്തിന് മുൻപ് വന്നിട്ടുള്ളവരോ പറഞ്ഞ് ഒരാളും കൂടെ അങ്ങനെ 5000 പി വി ചെയ്താൽ ഈ ആദ്യം നമ്മൾ പറഞ്ഞ ആൾക്ക് 4.5% കമ്മീഷൻ കിട്ടാൻ അർഹത ഉണ്ടാകും. അങ്ങനെ 20,000, 40,000, 70,000, 1,15,000 അങ്ങനെ ഓരോ സ്ലാബിൽ എത്തുമ്പോൾ നമ്മൾ വൈറ്റൽ ലെവൽ പറയുന്നത് അവരുടെ സെക്കൻഡ് സെല്ലിൽ പി വി ഉണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാതെ
വെറുതെ ടീമിൽ പി വി കയറി പോകുന്നു വിചാരിച്ചോ, നിങ്ങൾ ആരോടും പറയുന്നില്ലെങ്കിൽ 5000 ചെയ്ത ആൾ ആരോടും പറഞ്ഞില്ല, പക്ഷേ അദ്ദേഹത്തിന് ശേഷം വന്നവരോ അദ്ദേഹത്തിന് മുമ്പ് വന്നുള്ളവരോ പ്രൊമോട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ടീമിൽ ഒരു വോളിയം ജനറേറ്റ് ആയി 3 ലക്ഷം വോളിയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വെറും 5000 ബിയുടെ പ്രൊഡക്റ്റ് തുടർച്ചയായിട്ട് വാങ്ങിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ സങ്കല്പിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടും? 3 ലക്ഷം ബി വി ആകുമ്പോൾ 22% പെർഫോമൻസ് ബോണസിന് അർഹത നേടുന്നു. അങ്ങനെ വരുമ്പോൾ നോക്കൂ, പെർഫോമൻസ് ബോണസ് വകയിൽ 5000 ബി വി ആൾക്ക് ആദ്യം 100 രൂപയാണ് കിട്ടുന്നത്. 4% ആകുമ്പോൾ 225, അങ്ങനെ കൂടിക്കൂടി 22% കമ്മീഷൻ അർഹത വരുമ്പോൾ 1100 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരും. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. 100% ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഓരോ 6 മാസം കഴിയുമ്പോഴും 5000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടുന്നു. 3.5 ലക്ഷം പി വിയുടെ സ്ലാബിലെത്തിക്കഴിഞ്ഞാൽ ഓരോ മാസത്തെയും പർച്ചേസിന് അദ്ദേഹത്തിന് 1100 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ നെറ്റ് ബെനിഫിറ്റ് എത്രയാണ്? 1993 രൂപ. 3 ലക്ഷം പി വി ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറും 70 പേര് 5000 പി വിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി. നമുക്കൊക്കെ ആയിരക്കണക്കിന് ആളുകൾ പരിചയമുണ്ട്. ആർസിഎമ്മിലുള്ള ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ, മാർക്കറ്റിലേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ, ഏറ്റവും അടുത്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ, വേണമെങ്കിൽ വിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ, ഇത് വാങ്ങിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ ക്രിയേറ്റ് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ. ഈ നന്മ മേന്മ പറഞ്ഞു കൊടുത്ത് ഒരു 70 പേരെ നമ്മളുടെ അസോസിയേറ്റ് വരുന്നത് 5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കുന്ന അത്രയും പ്രയാസമുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല ഏതാണെങ്കിലും ഇന്നൊരു 10-20,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ എത്ര വർഷം പഠിക്കണം, എത്ര മത്സര പരീക്ഷ എഴുതണം, എത്ര പേരെ മത്സരിച്ച് തോൽപ്പിക്കണം. അങ്ങനെ പഠിച്ച് ജോലി കിട്ടിയാൽ സമാധാനമുണ്ടോ? വരുമാനം ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ? കിട്ടുന്ന ജോലി നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതാണോ? അല്ലേ? ആളുകൾ പറയാറില്ലേ, ഒരു ഞായറാഴ്ച ഒന്ന് സമാധാനമായിട്ടിരിക്കാം എന്ന് പറഞ്ഞാൽ ബാക്കി 6 ദിവസം സമാധാനമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആർസിഎംകാർക്ക് എന്നും ഞായറാഴ്ചയാണ്. ശരിയാണോ? അങ്ങനെ എന്നും ഞായറാഴ്ചയാണെന്ന് ഫീൽ ഉള്ളവരൊന്ന് ചാറ്റ് ബോക്സ് എഴുതിക്കുക, യെസ് എനിക്കെല്ലാ ദിവസവും ഞായറാഴ്ചയാണ്. കാരണം ഞായറാഴ്ച പൊതുവെ നമ്മൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യാനാണ് സമയം വിനിയോഗിക്കുന്നത്. ശരിയല്ലേ? ഇഷ്ടമുള്ള കാര്യം. അപ്പൊ എല്ലാ ദിവസവും ആർസിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കാണാനും പറയാനും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ അതാണ് ഡോക്ടർ രാജൻ സാർ പറയുന്നത്, ആർസിഎം ഇസ് എ ഹാപ്പിനെസ് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഈ വസ്തുത നമുക്ക് ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു പ്രൊഡക്റ്റ് കമ്പാരിസൺ ചാർട്ടാണ്. ഇതിൽ കുറേ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയും ഇടയ്ക്കിടയ്ക്ക് വില മാറിക്കൊണ്ടിരിക്കും. ഇത് ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റിന് മാത്രമല്ല, മാർക്കറ്റിലെ പ്രൊഡക്റ്റിനും വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പക്ഷെ ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റിന്റെ വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കും. കഴിഞ്ഞ ഒരാൾ പറയുന്നത് കേട്ടു, എൻ്റെ പൊന്നു സുഹൃത്തെ, ആർസിഎമ്മിൽ അടിക്കടിക്ക് വില കയറുകയെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ തന്നെ 2 മാസം കൊണ്ട് ഹെൽത്ത് കാർഡിന് എത്ര പ്രാവശ്യം വില കൂടിയത്. ഇങ്ങനെ വില കൂട്ടിയത് എങ്ങനെയാണ് ഈ കട നടത്തിക്കൊണ്ടുപോകും? വലിയ പ്രയാസമാണ് കേട്ടോ. ഡീസലിനും പെട്രോളിനും വില കൂട്ടിയിട്ട് ആരെങ്കിലും വാങ്ങൽ വേണ്ടെന്ന് വെച്ചോ? സ്വർണത്തിന് വില കൂടിയിട്ട് ആരെങ്കിലും കല്യാണം വേണ്ടെന്ന് വെച്ചോ? അതിനൊന്നും ഒരു പ്രയാസമില്ല. ആർസിഎം വിലയോടും പറയും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഹെൽത്ത് കാർഡിന് 2 മാസത്തിനിടയ്ക്ക് 3 പ്രാവശ്യം വില കൂട്ടി. ഒറ്റ പ്രാവശ്യം ഒന്നിച്ചങ്ങ വില കൂട്ടിയായിരുന്നെങ്കിൽ ആരെങ്കിലും മേടിക്കാതിരിക്കുമായിരുന്നോ? 228 രൂപ ഒറ്റ അടിക്ക് ആക്കിയാൽ 208, പിന്നെ 215, പിന്നെ 223, പിന്നെ 228, ഇങ്ങനെ കുറേശ്ശെ കൂട്ടുന്നതിന് പകരം ഇപ്പോൾ 228 വരെ 230 കണക്കൂട്ടാൻ എളുപ്പമില്ലായിരുന്നോ? 223 വരെ 225 കണക്കൂട്ടാൻ എളുപ്പമില്ലായിരുന്നോ? പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് പണ്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നും പുതിയ ആളുകൾ വരുമ്പോൾ ഇത് ആര് പറഞ്ഞു കൊടുക്കുന്നു? കേൾക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കുക. ആർസിഎമ്മിന് ഓരോ പ്രൊഡക്റ്റിൽ നിന്നും ഒരു മിനിമം ലാഭം, അതായത് സിസ്റ്റം റൺ ചെയ്യാനുള്ള ഒരു മിനിമം ലാഭം മാത്രം മതി. ഇത് ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. 2011 ഞാനും നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ റൂബി ഗോപകുമാർ സാറും അദ്ദേഹത്തിന്റെ മറ്റൊരു ലീഡറും കൂടെ ബിൽവാരിയിൽ പോയി ഒരു 3 ദിവസം അവിടെ തങ്ങി TCG ആയിട്ട് ഒരു 7.5 മണിക്കൂർ ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടി. അങ്ങനെ സംസാരിച്ച് വരുന്ന കൂട്ടം ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ച കാര്യമാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വില കൂട്ടുന്നു. 99 രൂപ ഹെൽത്ത് കാർഡിന് വില.
പിന്നെ വില കൂട്ടുന്നത് 101 രൂപ. അപ്പൊ ഈ 1 രൂപ കൊടുക്കാനും മേടിക്കാനും ഒക്കെ ഉള്ള പ്രയാസം അതെന്തുകൊണ്ടൊരു 105 ആക്കിക്കൂടാ? അതിന് ലാഭം കമ്പനിക്ക് കിട്ടില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മൂർത്തിജി അങ്ങനെ ലാഭം ഉണ്ടാക്കാനായിരുന്നെങ്കിൽ എന്നോ കമ്പനി ചേരുന്നത്. കമ്പനിക്ക് അങ്ങനെ ലാഭേച്ഛയില്ല. ലാഭമുണ്ടാക്കുന്ന ലക്ഷ്യം ആർസെമിനില്ല. പക്ഷേ ലാഭമില്ലാതെ ഒരു കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കമ്പനി പൊട്ടിപ്പോവില്ലേ? അപ്പം കമ്പനി റൺ ചെയ്യാൻ, സിസ്റ്റം റൺ ചെയ്യാനുള്ള ഒരു മിനിമം പ്രോഫിറ്റ് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഉദാഹരണമുണ്ട്. ഭിൽവാരിൽ നിന്ന് ഒരു ട്രക്ക് ഡൽഹിയിലേക്ക് പോകാൻ അന്ന് 5000 രൂപ കൊടുത്താൽ മതി. ഇത് 2008 എന്നോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതേ സ്ഥാനത്ത് ഒരു ലോഡ് സാധനം ഞാൻ 50,000 രൂപ വണ്ടിക്കൂലി കൊടുത്ത് കേരളത്തിലേക്ക് വിടുന്നു. രണ്ട് സ്ഥലത്തും സാധനം ഒരേ വിലയ്ക്ക് വിൽക്കുന്നു. ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് കേരളത്തിലേക്ക് വിടേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഡൽഹിയിൽ വിറ്റാൽ പോരെ? എനിക്കതല്ലേ ലാഭം. പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് വിടുന്നത്? ഈ സിസ്റ്റം ഇന്ത്യ മുഴുവൻ വ്യാപിക്കണം. അപ്പോൾ കമ്പനി റൺ ചെയ്യണമെങ്കിൽ കേരളത്തിലേക്ക് കൊടുക്കുന്നത്, ഡൽഹിയിലേക്ക് കൊടുക്കുന്നു, എല്ലാം മൊത്തം വരുന്നത് ആർസിഎമ്മിന്റെ ചെലവായിട്ട് കണക്കാക്കിക്കൊണ്ട് മൊത്തം സെയിൽസിൽ നിന്ന് ആർസിഎമ്മിന് വേണ്ട ഒരു മിനിമം പ്രോഫിറ്റ് കണക്കാക്കുന്നു. അങ്ങനെ വരുമ്പോൾ പുതിയതായി ഒരു സ്റ്റോക്ക് വരുമ്പോൾ നിലവിലുള്ള സ്റ്റോക്കും പുതിയതായി വന്നപ്പോഴുള്ള വില വ്യത്യാസവും കൂടെ കണക്ക് കൂട്ടിയിട്ട് ഇനിയുള്ള സാധനം എത്ര രൂപയ്ക്ക് കൊടുത്താൽ മിനിമം ലാഭം കിട്ടും. അപ്പൊ 223 സ്ഥാനത്ത് 225 ആക്കിയാൽ 2 രൂപ ഒരു പാക്കറ്റ് എണ്ണയിൽ വീതം ആർസിഎമ്മിന് കൂടുതൽ ലാഭം കിട്ടും. ഏകദേശം 8 ലക്ഷം പാക്കറ്റ് ഒരു ദിവസം, ഒരു മാസം കേരളത്തിൽ എണ്ണ സെയിൽ ആവുന്നതാകട്ടെ. 2 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ 8 ലക്ഷത്തിന് 2 രൂപ വെച്ച് കൂട്ടിയാൽ 16 ലക്ഷം രൂപ ഹെൽത്ത് കാർഡിൽ നിന്ന് മാത്രം കമ്പനിക്ക് ലാഭം കിട്ടില്ലേ? എന്തുകൊണ്ടാണ് കമ്പനി അത് വേണ്ടെന്ന് വെക്കുന്നത്? ആ കമ്പനിയുടെ സുതാര്യതയെക്കുറിച്ച് അറിയത്തില്ലാത്ത, കമ്പനിയുടെ പോളിസിയെക്കുറിച്ച് അറിയത്തില്ലാത്ത, കമ്പനിയുടെ എത്തിക്സിനെ കുറിച്ച് അറിയത്തില്ലാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ വിമർശനങ്ങൾ നടത്തുന്നതെന്ന് നമ്മൾ അറിയണം, പറഞ്ഞു കൊടുക്കണം. അതാണ് പറയുന്നത്, ബിലീഫ്. സിസ്റ്റത്തിൽ വിശ്വാസം ഉണ്ടാകണം, ലീഡേഴ്സിൽ വിശ്വാസം ഉണ്ടാകണം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കമ്പാരിസൺ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സമൂഹത്തിൽ വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ പ്രിവിലേജ്ഡ് പർച്ചേസ് കിട്ടാനുള്ള അവസരമുള്ളത്. അത്തരത്തിലുള്ള പ്രിവിലേജ് പർച്ചേസ് ഡിഫൻസ് കാറ്റഗറിയിൽ ക്യാൻറ്റീൻ സൗകര്യം കിട്ടിയിരുന്ന ആളാണ് ഞാനും ബിനുസാറും. ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആർസിഎമ്മിൽ വന്നതുകൊണ്ട് ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി ക്യാൻറ്റീൻ പോകേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കഷ്ടിച്ച് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ടില്ല. കാരണം അവിടെ പോയി ഈ FMCG വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ കുറഞ്ഞ വിലയ്ക്ക്, പകുതി റേറ്റിലാണ് ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ ആർസിഎമ്മിൽ വാങ്ങി ആസ്വദിക്കുന്നത്. അത് മാത്രമല്ല ബെസ്റ്റ് ക്വാളിറ്റി. സുഹൃത്തുക്കളെ, സോപ്പിന് ഗ്രേഡ് ഉണ്ടെന്നുള്ള കാര്യം ആർസിഎമ്മിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. എയർഫോഴ്സിൽ ജോലിയുള്ളപ്പോൾ 20 വർഷം ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് സാധനം വാങ്ങി ഉപയോഗിച്ചത് 3rd ഗ്രേഡ് സോപ്പാണെന്നുള്ള കാര്യം ഞാൻ ആർസിഎമ്മിൽ വന്നതിന് ശേഷം അറിഞ്ഞത്. ഇന്നും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും അത്തരത്തിൽ ഇതിന്റെ ഗുണനിലവാരം അറിയത്തില്ലാതെ മാർക്കറ്റിൽ നിന്ന് വില കുറഞ്ഞ സാധനം ആർസിഎമ്മിൽ നിന്ന് കിട്ടുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റിനേക്കാൾ കൂടിയ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആർസിഎമ്മിൽ കിട്ടുന്ന സോപ്പുകളെല്ലാം ഫസ്റ്റ് ഗ്രേഡ് ആണെന്ന് പറഞ്ഞാൽ 75% കൂടുതൽ TFM ഉള്ളതാണ്. നമ്മുടെയൊക്കെ വീട്ടുകളിൽ, നമ്മുടെയൊക്കെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണപ്പലഹാരങ്ങൾ, ബേക്കറി സാധനങ്ങൾ മുഴുവൻ ഏറ്റവും കൂടുതൽ നിലവാരം കുറഞ്ഞ പാമോയിലും അതുപോലുള്ള വിഷലുപ്തമായ എണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അറിഞ്ഞോ അറിയാതെ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് ആർസിഎമ്മിൽ കിട്ടുന്ന എല്ലാ ഭക്ഷ്യോൽപ്പന്നങ്ങളും ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച എണ്ണയെന്ന് വിദഗ്ധന്മാര് എഴുതി തന്നിട്ടുള്ള, സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ. നമുക്ക് കിട്ടുന്ന റൈസ് ബ്രാൻ ഓയിലിന് പ്രത്യേകത ഒന്നുകൂടെ ഉണ്ട്. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് 3 MCPD GE മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ് എപ്പി ഓർഗാനിക്സ്. ആ ക്വാളിറ്റിയുള്ള എണ്ണയാണ് നമുക്ക് കിട്ടുന്നത്. ആ എണ്ണയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് അറിയത്തില്ലാതെ ആർസിഎമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റിൽ പോയി പാമോയിൽ വാങ്ങിക്കുകയും പാമോയിൽ ഉണ്ടാക്കുന്ന ദോഷമുള്ള എണ്ണപ്പലഹാരങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്ന ദുർഗതി നമ്മുടെ ടീമിലുള്ളവർക്ക് വരരുത്. നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഏകദേശം 950 ആളുകളുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ടീമിലുള്ള മുഴുവൻ ആളുകളും ഈ സത്യം മനസ്സിലാക്കണം. ആർസിഎമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാവരുടെ ആരോഗ്യമാണ്. ആർസിഎംകാരുടെ മാത്രമല്ല. നമ്മൾ ആർസിഎമ്മിന്റെ സേവകന്മാരാണ്. ഈ നന്മ ആളുകളിലേക്ക് എത്തിക്കുന്ന ഉത്തരവാദിത്വമുള്ള സോൾജേഴ്സ് ആണ്. സോ ആർസിഎമ്മിന്റെ ബിഗിനർ മുതൽ അങ്ങേയറ്റം സ്റ്റാർ ഡയമണ്ട് വരെയുള്ള ലെവലുകളുണ്ട്. ഓരോ ലെവലിലും അതിനനുസരിച്ച് വരുമാനം കൂടിക്കൂടി വരുന്നുണ്ട്. ഈ വരുമാനത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുമാനം കൂടിക്കൂടി വരും.
ആർച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ, പുതിയ ജോലിങ് നടക്കുമ്പോൾ, നമ്മുടെ PV കൂടുമ്പോൾ പതുക്കെ 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 നമ്മുടെ ലെവലുകൾ ഉയർന്നു വരും. ഓരോ മാസവും കേരളത്തിൽ പുതിയ പുതിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാവുന്നു. കഴിഞ്ഞ മാസം നമ്മൾ കണ്ടു 2 എമറാൾഡുമാരാണ് പുതിയതായിട്ട് നമ്മുടെ കേരളത്തിലെ ടീമിലേക്ക്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടീമിലേക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും. നമ്മുടെ അജിതൻ സാറും കോട്ടയത്ത് നിന്നുള്ള ബിന്ദു മാഡവും രണ്ടുപേരും പുതിയ എമറാൾഡുമാരായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കണ്ടിട്ടില്ലാത്ത ആളുകൾ, സിസ്റ്റം മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ ഈ വരുമാനം ഒന്ന് നോക്കൂ. നിങ്ങൾ ഈ പ്ലാൻ ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കിട്ടിയിട്ട് നിങ്ങൾ വാങ്ങണം. ആ പ്ലാൻ ബുക്ക് വാങ്ങിയിട്ട് നിങ്ങളേത് വരുമാനമാണ് ലക്ഷ്യം വെക്കുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ എത്ര സ്പീഡ് ചെയ്യണം. ഞാൻ പറഞ്ഞ 5000 PV ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അവർ 5000 PV ചെയ്യാൻ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പറഞ്ഞു കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ടീം വളരെ വേഗത്തിൽ വളർത്താൻ കഴിയും. ആരാണോ അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് വളരെ വേഗത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരും. എനിക്ക് പ്രായം കൂടുതലാണ്, എനിക്ക് മൊബിലിറ്റി ഇല്ല, എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല, എനിക്ക് വണ്ടിയില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങളുടെ നാട്ടിൽ കടയില്ല, ഞങ്ങളുടെ ലീഡർ ശരിയല്ല, എൻ്റെ ടീം അപ്ലൈൻ ഡൗൺലൈൻ ശരിയല്ല, ഒത്തിരി പ്രശ്നങ്ങൾ കാണും. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിൽ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പാടില്ല. കാരണം ഇതിനെല്ലാം പരിഹാരമുണ്ടാവും. എപ്പോൾ നിങ്ങൾ ആർസിമിൽ ഉറച്ചു നിന്നാൽ ഇതിനൊക്കെ പരിഹാരമുണ്ടാകും. സ്പോൺസർ യുവർ വീക്ക്നെസ്. ലാംഗ്വേജ് അറിയത്തില്ലാത്ത നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയാവുന്ന ഒരു അസോസിയേറ്റ് വരുമ്പോൾ നിങ്ങളുടെ ആ പരിമിതിക്ക് പരിഹാരമാകും. പൈസ ഇല്ലാത്ത നിങ്ങൾക്ക് നല്ലപോലെ പൈസയുള്ള ഒരാൾ നിങ്ങളുടെ ടീമിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ പ്രശ്നത്തിന് പരിഹാരമാകും. വണ്ടിയില്ലാത്ത നിങ്ങൾക്ക് വണ്ടിയുള്ള ഒരു അസോസിയേറ്റ് നിങ്ങളുടെ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നത്തിന് പരിഹാരമാകും. ഇന്ന് 2 വീലർ ഓടിക്കാൻ പോലും അറിയത്തില്ലാത്ത ആളുകൾ ലക്ഷങ്ങൾ ആർസിനോട് വരുമാനം വാങ്ങിക്കുന്നു. വേറൊരു ഭാഷ അറിയത്തില്ലാത്ത ആളുകൾ, കമ്പ്യൂട്ടർ അറിയത്തില്ലാത്ത ആളുകൾ ആർസിനോട് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇതെല്ലാമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള, ഉത്സാഹമുള്ള, ടെക്നോളജിയുള്ള, സാമ്പത്തിക ശേഷിയുള്ള, എല്ലാ സൗകര്യങ്ങളുള്ള മിടുമിടുക്കന്മാരും മിടിമിക്കുകളും ഇഷ്ടം പോലെയുണ്ട്. അവര് ഇവിടെ എന്ത് നടക്കുന്നു എന്നിങ്ങനെ നോക്കി ഇന്ന് സമയം കളയുകയാണ്. എന്ത് ചെയ്യണം? ഉത്തിഷ്ഠത ജാഗ്രത. ഓക്കെ, ഒരു ചെറിയ പശ്ചാത്തല പഴയകാല കഥകളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോകാം. കാരണം പഴയ കാര്യങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാ. ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യമാണ്. ഇവിടെ വരെ എത്തിയത്, ഈ 26 വർഷം എത്തിയത് ചുമ്മാതെ അല്ല. ഞാൻ പറഞ്ഞു, ഉറച്ച് വിശ്വസിച്ച് കൂടെ നിൽക്കുക. ഉറച്ച് വിശ്വസിച്ച് കൂടെ നിൽക്കുക. ഇത് പണ്ടത്തെ കുറച്ച് പിക്ചറുകളാണ്. ഈ കഴിഞ്ഞ ദിവസം 1-2 സ്ഥലങ്ങളൊക്കെ ഇത് കാണിച്ചിരുന്നു. ഒരിക്കലും ഓൺലൈനിൽ ഞാൻ കാണിച്ചിരുന്നു. ഇത് നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ റൂബി ഹേമന്ത് സാറാണ് മുമ്പിലിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിറകിൽ നിങ്ങൾക്ക് കാണാം മഞ്ഞ ടൈ ഒക്കെ കെട്ടിയിരിക്കുന്നത് നമ്മുടെ എമറാൾഡ് സുരേന്ദ്രൻ സാറാണ്. അങ്ങനെ അതിന് പുറകിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കൂ. അന്നുണ്ടായിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു, എനിക്കറിയാവുന്ന ഒത്തിരി ആളുകൾ. അവരിന്ന് സിസ്റ്റത്തിലില്ല. അവരോട് പോകാൻ ആരെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല. നമ്മുടെ റൂബി ഗിരീഷ് സാർ, അദ്ദേഹത്തിൻ്റെ ഫോർഡ് വണ്ടി വാങ്ങിച്ചത് ഞാൻ താമസിക്കുന്ന വീടിന് അടുത്തുള്ള ഫോർഡിൻ്റെ സെൻറ്ററിൽ നിന്നാണ്. അന്ന് വണ്ടി വാങ്ങിക്കാൻ വന്നപ്പോൾ വണ്ടി വാങ്ങിച്ചപ്പെടുത്ത ഫോട്ടോ ആണ്. ഇന്ന് അതും കഴിഞ്ഞ് അദ്ദേഹം അടുത്ത വണ്ടി വാങ്ങിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സിസ്റ്റത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുക. വളരെ അഭിമാനത്തോടു കൂടി തിരുവനന്തപുരത്ത് നടന്നൊരു പ്രോഗ്രാമിൽ ഒരാളുടെ അച്ചീവ്മെന്റ് സെലിബ്രേഷൻ നടത്തുന്നതാണ് ഈ ഫോട്ടോ. ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം പേരും ഇപ്പോഴില്ലെന്ന് പറഞ്ഞാൽ ആർസിമിലില്ല. അവരോട് പോകാൻ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, പോകരുതേ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ അന്ന് അവരോടൊപ്പം നിന്ന ആളുകൾ, പോകാതെ നിന്നവർക്ക് ഇന്ന് എത്ര വലിയ ഉയരങ്ങൾ എത്തുന്നറിയോ? ഇതാ മറ്റൊരു ഫോട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ തൃശ്ശൂര് KSRTC നടന്നൊരു പ്രോഗ്രാമാണ്. മുൻനിരയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർ രാജൻ സാറ്, അതിനപ്പുറത്ത് അജിതൻ സാറ്, കഴിഞ്ഞ മാസം എമറാളായ അജിതൻ സാറ്, അതിനപ്പുറത്ത് ബാലകൃഷ്ണ സാറ്, ഗോകുമാർ സാറിന്റെ പിറകില് അഖിലമാടെ ഇരിക്കുന്നു, ജിഷാമാടെ ഇരിക്കുന്നു. അതിന്റെ പിറകില് 2 ലൈൻ പുറകില് നമ്മുടെ എമറാൾഡ് നന്ദൻ സാറിന്റെ ഭാര്യ മാടവ് ഇരിക്കുന്നു, അമ്പിമാടെ ഇരിക്കുന്നു. അപ്പുറത്ത് ശൈലേഷ് സാറും അക്ഷയൊക്കെ ഇരിക്കുന്നു. ഇവരെ മാത്രം എടുത്തു പറയാൻ കാരണം എന്താ? മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഈ നിൽക്കുന്ന ആളുകളിൽ, മാലയിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അന്ന് അച്ചീവ്മെന്റിൽ സമ്മാനം കിട്ടിയവരാ. പക്ഷേ ഇപ്പോൾ 3-4 പേരെ നമ്മുടെ കൂടെ സിസ്റ്റത്തിലുള്ളൂ. ഇതും
പറയേണ്ട ഒരു സത്യമാണ്. ഇപ്പോൾ ഈ ട്രോഫി വാങ്ങുന്നയാൾ ഇപ്പൊ നമ്മുടെ കൂടെ സിസ്റ്റത്തിൽ ഇല്ല. പക്ഷെ അദ്ദേഹം കൊണ്ടുവന്നയാൾ ഇപ്പോൾ സ്റ്റാർ പ്ലേ അച്ചീവറാണ്. അപ്പോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ എന്ത് സംഭവിച്ചാലും സിസ്റ്റത്തിൽ ഉറച്ചു നിൽക്കുക. 18ാമത്തെ ആനിവേഴ്സറിയിൽ വിനോദൻ സാറ് ഡൽഹിയിൽ സമ്മാനം വാങ്ങിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാരായണേട്ടൻ, അതുപോലെ വിജയേട്ടൻ, അതുപോലെ അന്ന് ഞാൻ റൂബിയാണ്. ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം, എൻ്റെ ഫോട്ടോ മുകളിൽ കാണിച്ചിരിക്കുന്ന തൊട്ടടുത്ത് ആ വർഷം ഒരു സ്റ്റാർ റൂബി ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്റ്റാർ റൂബി ഇപ്പോഴും സ്റ്റാർ റൂബി തന്നെയാണ്. ഞാൻ സഫേറായി. നമ്മുടെ എമറാൾഡ് സുഭാഷ് സാർ അന്ന് അദ്ദേഹം സ്റ്റാർ പ്ലേയായിട്ട് ട്രോഫി വാങ്ങിക്കുന്നതാണ്. നമ്മുടെ ഗിരീഷ് സാറ് അന്ന് TCL നിന്ന് ട്രോഫി വാങ്ങിക്കുന്നതാണ്. അന്നത്തെ ആനിവേഴ്സറി അജിതൻ സാറ്, അങ്ങനെ മജീദ് സാറ്, കുറേ ആളുകൾ അന്ന് ഡൽഹിയിൽ നിന്ന് ട്രോഫി വാങ്ങിച്ചതിൻ്റെ പിക്ചറുകളാണ് ഇങ്ങനെ ഒരു ഓർമ്മയിൽ നിന്ന് എടുത്തതാണ്. നോക്കൂ, ഞാൻ പറഞ്ഞത് ആർസ്യം വളർന്നുകൊണ്ടേയിരിക്കും. പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നവർ ആർസ്യമിനൊപ്പം വളരും. ചെറിയ ചെറിയ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾക്ക് വലിയ നഷ്ടമായിരിക്കും. 2015 മുതൽ 19 വരെയുള്ള ഒരു ചരിത്രത്തിന്റെ റീകാപ്പാണ് ഞാൻ കാണിച്ചത്. 2005 1500 രൂപയുടെ ഒരു ജോയിനിങ് കിറ്റ് എടുത്തുകൊണ്ട് ഞാൻ ആർസിഎമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ശേഷം ആര് വരുമെന്ന്, ആര് ബിസിനസ് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എൻ്റെ അപ്പലിനായിട്ട് ആകപ്പാടെ കോമർ സാറിനെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. എനിക്ക് കിറ്റ് കൊണ്ടുവന്ന ഷംഷീർ സാറിനെ, മറ്റുള്ളവർ ആരും എനിക്ക് അറിയുമായിരുന്നില്ല. ഞാനത് ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം എനിക്ക് ഉണ്ടായിരുന്നുമില്ല. അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ, സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ ശല്യം സഹിക്കുക വയ്യാതെ ജസ്റ്റ് ഒരു മെമ്പർഷിപ്പ് എടുത്തത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഒരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് ഇത് വളർന്നിരിക്കുകയാണ്. മാസം ഒരു 30 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ചെയ്യുന്ന വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് അത് മാറി. അതിന് നിങ്ങളുടെ ഓരോരുത്തരും കോൺട്രിബ്യൂഷൻ ഉണ്ട്. നിങ്ങൾ മാത്രമല്ല, അന്ന് മുതൽ ഇന്ന് വരെ ഒരു PVക്കെങ്കിലും പർച്ചേസ് ചെയ്യുകയും ഒരു ജോയിനിങ് എങ്കിലും തരികയും ചെയ്ത ആളുകളൊക്കെ ഒരുപക്ഷെ അവർ ഇനാക്റ്റീവ് ആണെങ്കിലും പുതിയ ആളുകളെ നമുക്ക് സിസ്റ്റത്തിൽ തന്നിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഇമാരത്ത് നമ്മൾ കെട്ടിപ്പടുത്തത്. പക്ഷേ സങ്കടം തോന്നുന്ന കാര്യം, ഇതിനു വേണ്ടി പ്രയത്നിച്ച പല ആളുകളും അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ മറന്ന് അവര് പിന്നോട്ട് പോയി. ആർസം ഒരിക്കലും അവർക്ക് പിന്നിൽ വാതിൽ കൊട്ടി അടയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ടെർമിനേറ്റ് ആയ ആളുകൾക്ക് ആർസിഎമ്മിൽ ID ആക്ടിവേറ്റ് ചെയ്യാൻ വെറും 1000 രൂപയുടെ പർച്ചേസ് ചെയ്തുകൊണ്ട് അവർക്ക് തിരിച്ചു വരാം, ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യണം. അതിന് ആദ്യം വേണ്ടത് നമുക്ക് വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം, ബിലീഫ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇതിന് നേരെ ഞാൻ കാണിച്ചതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർസിഎമ്മിൽ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ആർസിഎം വളരുന്നതിനൊപ്പം വളരാൻ കഴിയും. എന്തുകൊണ്ടാണ് അവർ വിട്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് വിട്ടുപോകുന്നത്? ആദ്യം നമുക്ക് വേണ്ടത് അവനുള്ള വിശ്വാസമാണ്, അവനവനിലുള്ള വിശ്വാസമാണ്. 26 വർഷം കൊണ്ട് ആർസിഎം ഇത്തരം വളർന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയധികം ആളുകൾക്ക് അച്ചീവേഴ്സ് ആകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു എഴുത്തും വായന അറിയത്തില്ലാത്ത ആളുകളും 80 കഴിഞ്ഞ ആളുകളൊക്കെ ആർസിഎമ്മിൽ നിന്ന് വരുമാനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എനിക്കും കഴിയും, ഞാനും നേടും എന്നുള്ള വിശ്വാസം, അവനവനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാകണം. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സ്കൂളില് ഒരു അധ്യാപകൻ കുട്ടിയോട് പറഞ്ഞു, മഹാന്മാരുടെ പേരെഴുതാൻ, നിങ്ങൾ വിചാരിക്കുന്ന ഏറ്റവും വലിയ മഹാന്റെ പേരെഴുതാൻ. അങ്ങനെ എഴുതി വന്നപ്പോൾ ഒരു കൊച്ച് അവന്റെ പേരെഴുതിയിരിക്കുന്നു. അപ്പോ അധ്യാപകൻ ചോദിച്ചു, നീയാണോ വലിയ മഹാൻ? ആ കുട്ടി പറഞ്ഞു, യെസ്, എന്റെ കാഴ്ചപ്പാടിൽ ഞാനാണ് ഏറ്റവും വലിയ മഹാൻ, ഞാൻ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുള്ളൂ. യെസ്, അവനവനെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടാകണം. എന്ത് ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നതിന് പകരം യെസ്, ഐ വിൽ ഡു ഇറ്റ് എന്ന് പറയണം. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിയാൽ നിന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ആളുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കാം, നമ്മുടെ സിസ്റ്റത്തിൽ നേരെ തിരിച്ചാണ്. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും, ഞാൻ കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്, സിസ്റ്റം കൂടെയുണ്ട്. ഇത്തവണ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു സ്ട്രോങ് സിസ്റ്റം നമുക്കുണ്ട്. ഇത്രയുള്ളപ്പോൾ നമുക്ക് അവനവരിലൊട്ടും അവിശ്വാസത്തിന്റെ കാര്യമില്ല.
ഇത്ര ആളുകൾക്ക് നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ 26 വർഷം ആർസ്യം വളർന്നിട്ടുണ്ടെങ്കിൽ ഇനിയും വളർന്നുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആദ്യം അവനുള്ള വിശ്വാസമാണ്, യെസ് ഞാനും നേടും. അത് ഓവർനൈറ്റ് ഞാൻ സഫയർ ആകുമെന്നല്ല, പടിപടിയായി അതിന് നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യം വേണം. വ്യക്തമായൊരു ലക്ഷ്യം വേണം. എനിക്ക് എന്ന് ആവണം, എന്നാകണം. അത് പിൻ ലെവലാവട്ടെ, വരുമാന ലെവലാവട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ഗോൾ ക്ലിയർ ആയിരിക്കണം. അങ്ങനെ ഒരു ക്ലാരിറ്റിയോടുകൂടി ഗോൾ ഉണ്ടെങ്കിൽ അതിന് നേടാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് നമുക്ക് അവനുള്ള വിശ്വാസമാണ്. രണ്ടാമത്തേതാണ് സിസ്റ്റത്തിലുള്ള വിശ്വാസം. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഇന്ന് ലോകത്താകമാനം ഡയറക്റ്റ് സെല്ലിങ്ങിൽ വലിയ ഉണർവിൻ്റെ കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ പലരും സോഷ്യൽ മീഡിയയിൽ കണ്ടു, വാട്സപ്പിലും നമ്മുടെ ഫേസ്ബുക്കിലും ഈവൻ ന്യൂസിലും ഒക്കെ കണ്ടു കാണും. ഭാരത് വ്യാപാർ മഹോത്സവ് ഡൽഹിയിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ വലിയ ഒരു മേള നടക്കുന്നു. അവിടെ ആർസിമിൻ്റെ വലിയൊരു സ്റ്റാള്, അവിടെ സൗരവ് ചന്ദ്ര സാർ വന്ന് ഇരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു കാണും. ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റലിൽ വലിയൊരു വ്യാപാര മഹോത്സവം നടക്കുമ്പോൾ അവിടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത് ആർസ്യം അഭിയാനാണ്. അതിന് ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ കേവലം ഉൽപ്പന്നങ്ങൾ കൊടുത്ത് ആളുകൾക്ക് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് ജനങ്ങൾക്ക് വേണ്ട നന്മ ചെയ്യുന്നതാണ്. വൃക്ഷം നട്ടുപിടിപ്പിച്ചും ബ്ലഡ് ഡൊണേഷൻ ചെയ്തും അങ്ങനെയുള്ള നല്ല നല്ല കാര്യം സമൂഹത്തിൽ ചെയ്തുകൊണ്ട് ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് സമൂഹത്തെ നവീകരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു നവഭാരത നിർമ്മാണമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ആർസിഎമ്മിന്റെ സുവർണ കാലഘട്ടമാണിതെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് മറക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയുള്ള സമയം നിങ്ങൾ ആർസിഎമ്മിൽ സബ്മിറ്റ് ചെയ്യൂ. ഗീവ് പ്രയോറിറ്റി ഫോർ ആർസിഎം. ആർസിഎം നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും. ഒരാളും പറയും, എൻ്റെ പൊന്നെ എനിക്ക് 100 കൂട്ടം പണിയാണ്, അതിനിടയ്ക്ക് ഇതിനും കൂടെ സമയമില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നു, 100 കൂട്ടം പണി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടെ എടുത്ത് വെച്ച് 101 ആയിക്കോട്ടെ. പക്ഷേ ഈ 101 എടുക്കുന്നത് നിങ്ങളുടെ 100 പ്രശ്നങ്ങൾക്കും പരിഹാരമാക്കും. ഒരൊറ്റ സംഗതി ചെയ്താൽ മതി. എന്ത് ചെയ്യണം? ഇതിൽ ഏറ്റവും മിടുക്കനായിട്ട് മിടുക്കിയായിട്ട് പെർഫോം ചെയ്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അച്ചീവറായിട്ട് മാറുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുള്ള വഴികളാണ് പറഞ്ഞത്. നമ്മുടെ ടീമിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. നമ്മുടെ ടീം ഏറ്റവും കാര്യക്ഷമമായിട്ട് അവരെ വളർത്തണം. അതിന് അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. എവിടെയാണോ പഠിക്കാനുള്ള അവസരമുള്ളത് അവരെ അങ്ങോട്ട് എത്തിക്കണം. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മഹൽ ബനാന മഹൽമേ ആന മഹൽമേ ലാന, മുകേഷ് പട്ടേൽ സാറിന്റെ ഡയലോഗാണ്. ഒരു അന്തരീക്ഷം നമ്മുടെ ടീമിന് പഠിക്കാനും വളരാനുള്ള അവസരം ഉണ്ടാക്കുക, അന്തരീക്ഷം ഉണ്ടാക്കുക. നിങ്ങൾ അതിൽ സ്വയം സന്നിഹിതരാവുക, നിങ്ങളുടെ ടീമിനെ അവിടെ എത്തിക്കുക. ഉറപ്പായിട്ടും അത് വളരും. അപ്പോൾ ടീമിൽ വിശ്വാസം ഉണ്ടാകുക. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈനിലും അതുപോലെ തന്നെ നിങ്ങളുടെ അസോസിയേറ്റ്സിലും വിശ്വാസം ഉണ്ടാകണം. അപ്ലൈനും ലൈൻ ഓഫ് സ്പോൺസേഴ്സും തിരിച്ചറിയണം. അപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വളർച്ചയ്ക്ക്, നിങ്ങളുടെ ടീമിന്റെ വളർച്ചയ്ക്ക് നേരിട്ട് ഏതെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളുടെ അപ്ലൈനാണ്. ബാക്കി ലൈൻ ഓഫ് സ്പോൺസേഴ്സ് ഒത്തിരി പേരുണ്ടാകും. ആ അപ്ലൈനെ നിങ്ങൾ തിരിച്ചറിയണം. ആ അപ്ലൈനുമാരിൽ നിന്ന് നിങ്ങളൊരാളെ നിങ്ങൾ മാതൃകയാക്കണം, ഗുരുവാക്കണം, മെന്ററാക്കണം. അദ്ദേഹത്തിൽ നിന്ന് പാഠങ്ങൾ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ടീമിലേക്ക് ആ പ്രവർത്തനങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അതാണ് പറയുന്നത്, ഊപ്പർ സെ സുനോ കൈസേ നീച്ചക്കു ബതാവോ വൈസേ ബീച്ച് മേ കമാവോ പൈസേ. മുകളിൽ നിന്ന് കേൾക്കൂ, എന്നിട്ട് ടീമിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കൂ. അപ്പോ അവനുള്ള വിശ്വാസം ഉണ്ടാകണം, സിസ്റ്റത്തിൽ വിശ്വാസം ഉണ്ടാകണം, ടീമിൽ വിശ്വാസം ഉണ്ടാകണം, അപ്ലൈനിൽ വിശ്വാസം ഉണ്ടാകണം, നമ്മുടെ അസോസിയേറ്റ്സിൽ വിശ്വാസം ഉണ്ടാകണം. ഇത് പറയാൻ കാരണം എന്തറിയോ? ഈ വിശ്വാസക്കേടിന്റെ ഒക്കെ പരസ്യ പ്രഖ്യാപനങ്ങൾ കേട്ട് നമുക്ക് എന്താ പറയാ, തല പൊട്ടിപ്പോകാറുണ്ട്. അപ്ലൈനെ വിളിക്കാറില്ല, അപ്ലൈനെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കും, അപ്ലൈന് ഫോൺ ചെയ്യില്ല, അപ്ലൈന്റെ ഫോണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. എൻ്റെ അസോസിയേറ്റ്സുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, പക്ഷേ ലോകത്തുള്ള ക്രോസ് ലൈൻ ആളുകളായിട്ട് മുഴുവൻ ബന്ധമുണ്ട്. എൻ്റെ ഡൗൺ ലൈനിലുള്ള എൻ്റെ അസോസിയേറ്റ് യാതൊരു ബന്ധവുമില്ല. എന്താ കാരണം? ഈ ബന്ധം നിലനിർത്തുന്നതിലാണ് ഏറ്റവും പ്രാധാന്യം. ആ ബന്ധം ഊഷ്മളമാക്കുമ്പോഴാണ് ആർസിൻ തരുന്ന ആ പറയുന്ന എന്താ പറയുക, ഹാപ്പിനെസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അത് സാർത്ഥകമാകുന്നത്. സോ ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. എവിടെയാണ് ബന്ധത്തിന് വിള്ളലുണ്ടാകുന്നത്? പ്രവർത്തനം, ഇടപാടുകൾ ഉണ്ടാകുമ്പോഴാണ്. നമുക്ക്
ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതും അത് പ്രകടമാകുന്നതും. ഒരു ഇടപാടുമില്ലാത്ത ആളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളവരോട് യാതൊരു ദേഷ്യവും ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആരോടെങ്കിലും നമുക്ക് ദേഷ്യമോ ഇഷ്ടക്കേടോ വിരോധമോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ സിസ്റ്റത്തിൽ വളരുന്നതിന് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഇടയുണ്ടായി, അതുകൊണ്ടാണെന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. സോ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി മനസ്സിലുണ്ടാകാൻ പാടില്ല. അത് നമുക്കാണ് നമ്മുടെ എനർജി കളയുന്നത്. ആൻഡ് കമ്പനി, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇൻ ദിസ്. കാരണം എന്തുകൊണ്ടാണ് ആർസ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? എന്താണ് ഇതിന്റെ മേന്മ? സുഹൃത്തുക്കളെ, ഈ ഒറ്റ ബ്രാൻഡുള്ള ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ നടത്താൻ ഇന്ന് ലോകത്താർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ആർസ്യമിന് മാത്രമാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. എത്ര എത്തിക്സ് ആയിട്ടാണ് ചെയ്യുന്നത്, എത്ര വലിയ ഒരു എന്താണ് പറയാ ഇൻഫ്രാസ്ട്രക്ചറാണ് ആർസ്യമിനുള്ളത്. എന്താണ് കമ്പനിയുടെ മാനേജ്മെന്റിന്റെ TCGയുടെ ലക്ഷ്യം? അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേരും അദ്ദേഹത്തെക്കാൾ ഒന്നുകൂടെ ഉത്സാഹത്തോടു കൂടി അതേ എത്തിക്സ് ഫോളോ ചെയ്തുകൊണ്ട് ട്രൂ, ട്രാൻസ്പെറന്റ് ആൻഡ് ഓണസ്റ്റ്, സത്യം, സുതാര്യം, ശരി, 100% ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ഏതാണ്ട് ഒരു 3-4 വർഷത്തോളമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ 6:30 ഗുരുകൾ നടത്തിക്കൊണ്ട് ആർസ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി TCG എന്താ പറയാ ഒരു മുടക്കമില്ലാതെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയ ഒരു കമ്പനിയുടെ മുതലാളിക്ക് മര്യാദയ്ക്ക് വീട്ടിലെങ്ങാനും ഇരുന്നാൽ പോരെ? എന്തിനു വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്? ആർസ്യമിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയില്ല. നമ്മുടെ കയ്യിലുള്ള ആയുധം നമ്മൾ ശരിക്കും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഇന്ത്യയിലെ ഓരോ ഭവനങ്ങളിലും ആർസ്യമിന്റെ ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ എത്തണം. അതുവരെ നമുക്ക് വിശ്രമിക്കാൻ അവകാശമില്ല. ഓരോ ആർസ്യമിന്റെ ഔട്ട്ലെറ്റുകളും സേവാ കേന്ദ്രങ്ങളാകണം. ഓരോ ആർസ്യമിന്റെ ഔട്ട്ലെറ്റുകളും ജനങ്ങൾക്ക് ആശ്രയമായിട്ട് മാറണം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഉത്ബോധനം കിട്ടുന്നതും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമായ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതുമായിട്ടുള്ള സ്ഥലമാക്കി മാറ്റണം. അത് എത്തുന്നത് വരെ നമുക്ക് വിശ്രമിക്കാൻ അവകാശമില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. സോ അങ്ങനെ ഒരു കമ്പനി, അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് മഹാഭാഗ്യം, മുജ്ജന്മ സുഹൃതം. നമുക്ക് ആർസ്യം പറഞ്ഞു തന്ന ആൾ ആരാണോ, കാരണം ആർസ്യം എന്ന് പറയുന്ന ഈ 3 ലക്ഷം നമുക്ക് ആദ്യം പറഞ്ഞു തന്ന ആർസ്യമിനെ നമ്മളെ സംബന്ധിച്ച് ഗുരു ആരാണോ അവരോട് പ്രണാമങ്ങൾ അർപ്പിക്കാം. കാരണം ഇന്നിവിടെ വന്നിരിക്കുന്ന പുതിയ ആളുകൾ കാണും, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 26 വർഷം പിന്നിടുമ്പോൾ ആർസ്യമിന്റെ ഹക്കിക്കത്ത് എന്ന് പറയും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല. പുട്ട് യുവർ ബെസ്റ്റ്. നിങ്ങൾ ആർസ്യമിൽ സബ്മിറ്റ് ചെയ്യുക, സമർപ്പിക്കുക. ഇതിന്റെ എല്ലാം ഏറ്റവും മനോഹരമായ ഒരു കാര്യം, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, അന്താരാഷ്ട്ര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു. ഇത് സ്ഥിരമായി വാങ്ങി ഉപയോഗിക്കുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുന്നു, ചെലവ് കുറയുന്നു, വരുമാനം ഉണ്ടാകുന്നു. അതിനോടൊപ്പം ഓരോ 6 മാസം കഴിയുമ്പോഴും ഉൽപ്പന്നങ്ങൾ സമ്മാനമായി സൗജന്യമായി കിട്ടുന്നു. ഇത്രയും കാര്യം പറഞ്ഞു കൊടുത്താൽ ആരാ വാങ്ങാത്തത്? ഒരു സംശയം വേണ്ട, ഇന്ത്യയിലെ എല്ലാ ഭവനങ്ങളിലും ആർസ്യമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലം വരും. ആ കാലത്തിലേക്കുള്ള ദൂരം നമ്മളാണ് നിർണ്ണയിക്കേണ്ടത്. നമ്മൾ എത്ര ഉഷാറായിട്ട്, എത്ര ഉത്സാഹത്തോടു കൂടി, എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നോ അതനുസരിച്ച് ഈ യാഥാർത്ഥ്യം, ഈ സ്വപ്നം, ഈ ലക്ഷ്യം നമ്മൾ വേഗത്തിൽ നേടും. ഇതിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ബിലീവ് ഇൻ ഗോഡ്. സുഹൃത്തുക്കളെ, 146 കോടി ജനങ്ങൾ ഇന്ത്യയിൽ നമുക്ക് ആർസ്യം അറിയാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ഇന്ന് ഞാൻ ഉൾപ്പെടെ എൻ്റെ ടീമിലുള്ള അച്ചീവേഴ്സിന്റെ ചരിത്രം അറിയാവുന്നവരെടുത്ത് നോക്കൂ. അവർ ആർസ്യമിൽ വന്നില്ലായിരുന്നെങ്കിൽ അവരുടെ പശ്ചാത്തലം എന്താകുമായിരുന്നു? സമൂഹത്തിൽ ഒരു ബിഗ് സീറോ ആകേണ്ട ആളുകൾ ഇന്ന് സമൂഹത്തിൽ വലിയ ഹീറോ ആയിരിക്കുന്നു. നാട്ടിൽ 146 കോടി ജനങ്ങളുള്ളിടത്ത് വെറും 4 കോടി ആളുകൾ മാത്രം വന്ന ആർസ്യമിൽ നിന്ന് കഷ്ടിച്ച് 1 കോടി ആളുകൾ മാത്രം ആക്റ്റീവായിട്ടുള്ളതിൽ നിന്ന് നമുക്ക് ഇത്രയും അറിവ് കിട്ടാനും നേട്ടം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ നമുക്ക് തന്നതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നേട്ടങ്ങൾ കൊടുക്കുകയോ കോട്ടങ്ങൾ കൊടുക്കുകയോ ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പണിയിൽ നമ്മൾ ഇടപെടണ്ട. അതുകൊണ്ടാണ് TCG പറഞ്ഞത്, ആർസ്യമിൽ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത ആൾ ഒരു കാരണവശാലും മാറ്റുകയോ മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഒരാൾ ഒരു ID എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ID ലൈവായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹമോ കുടുംബാംഗങ്ങളോ വേറൊരു ടീമിൽ ID എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെ എടുത്താൽ അത് നിലനിൽക്കില്ല. ഒരു ID എടുത്തു,
അത് ലൈവായിരിക്കെ മറ്റൊരു ഐ ഡി എടുത്തു. ആ ഐ ഡി ടെർമിനേറ്റ് ആയതിനു ശേഷം, അതായത് ആദ്യം എടുത്ത ഐ ഡി ടെർമിനേറ്റ് ആയതിനു ശേഷമാണ് രണ്ടാമത്തെ ഐ ഡി ലൈവായിട്ടുള്ള കണ്ടുപിടിച്ചാലും അത് ബ്ലോക്ക് ചെയ്യും. അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയതും ആക്ടിവേറ്റ് ആക്കാൻ പറ്റില്ല, മൂന്നാമത് ഐ ഡി എടുക്കേണ്ടി വരും. മാത്രമല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ, ഡയറക്ട് മാർക്കറ്റിംഗിന്റെ നിയമമാണ് ഓരോ കമ്പനികളും പറയുന്നത്. ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് സമാന സ്വഭാവത്തിലുള്ള മറ്റൊരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ, സ്വന്തം പേരിലോ കുടുംബാംഗങ്ങളുടെ പേരിലോ ചെയ്യാൻ അനുവാദമില്ല. ഒരു കമ്പനി അനുവദിക്കുന്നില്ല. അത് കമ്പനിയുടെ നിയമമാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻ ഉള്ളതാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതായിട്ട് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, തെളിവ് സഹിതം കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഒരു സംശയം വേണ്ട, അവരുടെ ഐ ഡി ടെർമിനേറ്റ് ആകും. എന്താ പറയാ, വൈകുന്നേരം വരെ വെള്ളം കൊരിട്ട് കുടം കൊണ്ട് ഉടയ്ക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള മണ്ടത്തരം ചെയ്യാനായിട്ട് നമുക്ക് ഇടവരരുത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വാർത്ത വായിച്ചു. ഒരു ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം, മധുര ഗോൾഡ് എന്തോ അതിന്റെ പേര് പറഞ്ഞു, 1,00,000 രൂപ കൊടുത്താൽ 930 രൂപ ഡെയിലി കിട്ടും അത്രേ. അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞ് 1 ലക്ഷം മുതൽ 50 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. 6,000 പേര് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 350 കോടി വെട്ടിച്ചുകൊണ്ട് ആളുകൾ മുങ്ങിയിരിക്കുന്നു. ഇത് ഒരു കാര്യമല്ല. ഇതിനു മുമ്പ് MTF എന്ന് പറയുന്ന ഒരു കനേഡിയൻ പ്രസ്ഥാനം ഇതേപോലെ പൈസ ഒന്നും കാണാനില്ല, അതിനകത്ത് കൊണ്ട് പൈസ അപ്പൊ ഇടുന്ന ആൾക്ക് അറിയാം, ഇടുന്നത് റിസ്ക് ആണെന്നറിയാം, റിസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇടുന്നത്. എന്നിട്ട് പോയി കഴിയുമ്പോൾ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ RCM റുപ്പയ ചാപ്പിനക്ക മെഷീൻ ഒരു 5 വർഷം നിങ്ങളെ സബ്മിറ്റ് ചെയ്യൂ, ഈ നന്മ ആൾക്ക് പറഞ്ഞു കൊടുക്കൂ. പിന്നെ അങ്ങോട്ട് വരുമാനവും സമ്പത്തും നിങ്ങളുടെ സ്വന്തമാണ് സുഹൃത്തുക്കളെ. ലോകാവസാനം വരെ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം RCM ഉണ്ടായിരിക്കും, RCM വളർന്നുകൊണ്ടേയിരിക്കും. ഓരോ വർഷവും ഇന്ത്യയിൽ 2 കോടി കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഇന്ത്യയിലെ മുഴുവൻ ആളുകളും RCM വന്നതിന് ശേഷവും നമുക്ക് ലോകത്താകമാനം RCM കൊണ്ടുപോയി നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. യൂറോയും ദിനാറും ഡോളറും പൗണ്ടും ഒക്കെ ആയിട്ട് RCM വരുമാനം വരുന്നതിന് കാലം വിദൂരമല്ല. പിന്നെ എന്തിനാണ് വേറെ പണിക്ക് പോകുന്നത്? അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സുന്ദര സംവിധാനം ദൈവം കനിഞ്ഞനിച്ച് തന്നതാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ദൈവത്തിന്റെ പണി ചെയ്യാനായിട്ട് നമ്മൾ പോകരുത്. സോ ഇന്നത്തെ ഈ ദിവസം RCMന്റെ ഈ സുവർണ കാലഘട്ടത്തിൽ RCMനെ കുറിച്ച് കുറച്ച് തിരിച്ചറിവുണ്ടാകാനുള്ള അവസരം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, RCM നമുക്ക് തന്ന നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനും അതുപോലെ RCM രൂപകൽപ്പന ചെയ്ത TCGക്കും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് വിരമിക്കാം. ജയ് RCM.